السلام عليكم. الحمد لله الذي جعلنا أمة محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മഹൽ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സമീപകാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് ഇന്ന് നാം വിഷയമായി എടുത്തിരിക്കുന്നത്. ഇന്ന് ലോകത്ത് അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമായി പ്രവർത്തന മേഖലയിൽ നിലകൊള്ളുന്ന ഇസ്ലാമിക് ബാങ്കിങ്, അതിൻ്റെ ഘടനയും അതിൻ്റെ പ്രായോഗികതയും എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. വളരെ പ്രചാരമായി ഇസ്ലാമിക് ബാങ്കിങ് എന്ന പേരിൽ അറിയപ്പെടുന്നതും സാധാരണക്കാർ പലിശരഹിത ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ ഈ പലിശരഹിത ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ലോകത്ത് ഏകദേശം 315ഓളം സ്ഥാപനങ്ങൾ ഈ ഇനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 75ഓളം രാജ്യങ്ങളിൽ ഈ സംവിധാനം ഒട്ടേറെ പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൽ 48 രാജ്യങ്ങളിൽ പൂർണ്ണമായ രീതിയിൽ ഈ സംവിധാനം നടപ്പിലാകുന്നു. വിശേഷകരമായി പറയുകയാണെങ്കിൽ 21ഓളം രാജ്യങ്ങൾ അമുസ്ലിം രാജ്യങ്ങളാണ്. അൾജീരിയ, ഇംഗ്ലണ്ട്, ഇറ്റലി, സൈപ്രസ്, കാനഡ, ജർമ്മനി, സൗത്ത് ആഫ്രിക്ക, ലക്സംബർഗ്, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്, അൽബേനിയ തുടങ്ങി 21ഓളം അമുസ്ലിം രാജ്യങ്ങളിൽ ഈ മഹത്തായ സംവിധാനം നടപ്പിലായിരിക്കുന്നു എന്നത് തന്നെ ഇതിൻ്റെ വിജയകരമായ പ്രവർത്തനം എത്രമാത്രമുണ്ടെന്ന് സാധാരണക്കാർക്ക് വിലയിരുത്താവുന്നതാണ്. സാധാരണക്കാരെ സംബന്ധിച്ചോളം 3 പ്രധാന സംശയങ്ങളാണ് വയ്ക്കാറുള്ളത്. ഒന്ന്, ഇത് വിജയകരമായ എവിടെയെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട്. മറ്റൊന്ന്, ഇങ്ങനൊരു സംവിധാനം നടപ്പിലാക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള പലിശ ബാങ്കുകൾക്ക് അഥവാ കൺവെൻഷണൽ ബാങ്കുകൾക്ക് അത് ഒരു പ്രതികൂലമായി ഇത് ബാധിക്കുമോ എന്നതാണ് മറ്റൊരു സംശയം. മറ്റൊന്ന്, പ്രൈവറ്റ് ഉടമയിൽ ഇത് പ്രവർത്തിപ്പിച്ച് വിജയപ്രദമാക്കാൻ പറ്റുമോ എന്നതാണ്. അതിൽ ഒന്നാമത്തെ സംശയത്തിന് ഞാൻ തുടക്കത്തിലുള്ള മറുപടി അതിലുണ്ട്. 48ഓളം രാജ്യങ്ങളിൽ 21 രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ തന്നെ ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വിജയകരമായി ഈ പരിപാടി നടപ്പിലാക്കിയിരിക്കുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജർമ്മനിയിൽ നടപ്പിലാക്കുകയും അവിടുത്തെ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ 35%, രാജ്യത്തിൻ്റെ മൊത്തം ക്യാപിറ്റൽ ഫോർമേഷൻ അതിൻ്റെ 35%-ഓളം ഇസ്ലാമിക് ബാങ്കിങ് കൊണ്ടാണ് ഉണ്ടായത് എന്ന് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫീസിബിലിറ്റിയെക്കുറിച്ച്, ഇത് വിജയകരമായി നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള സംശയത്തെക്കുറിച്ച്, അങ്ങനത്തെ സംശയത്തിന് തന്നെ അവകാശമില്ല എന്ന് പറയാം. മറ്റൊന്ന്, ഇത് നടപ്പിലാക്കുന്നത് കൊണ്ട് കൺവെൻഷണൽ ബാങ്കിങ് അഥവാ പലിശ ബാങ്കുകൾക്ക് ഒരു കോമ്പറ്റീഷൻ വരുമോ എന്ന സംശയമാണ്. അതൊരിക്കലുമില്ല. ഏറ്റവും വലിയ തെളിവ് തന്നെ ജർമ്മനിയാണ്. ജർമ്മനിയിൽ ഇത് പലിശ ബാങ്കുകളും പലിശരഹിത ബാങ്കുകളും നടക്കുമ്പോൾ അവിടുത്തെ കൺവെൻഷണൽ ബാങ്കുകൾക്ക് ഒരു പ്രതിസന്ധിയും ഇതുകൊണ്ടുണ്ടാവാതെ, ഒരു വെല്ലുവിളിയും ഇല്ലാതെ തന്നെ അത് അതിൻ്റെ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ ഭൂരിപക്ഷം രാജ്യങ്ങളിലും ഇസ്ലാമിക് ബാങ്കിനോടൊപ്പം തന്നെ കൺവെൻഷൻ ബാങ്കും നടക്കുന്നുണ്ട്. രണ്ടിൻ്റെയും ഫിനാൻഷ്യൽ സോഴ്സ് വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ പ്രവർത്തന രീതിയും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഒന്നിനൊരു കോമ്പറ്റീഷനോ ഭീഷണിയോ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പ്രൈവറ്റ് ഉടമയിൽ ഇത് സ്ഥാപിക്കുക വളരെ ദുഷ്കരമാണ്. കാരണം പലിശ ബാങ്കുകളെ അപേക്ഷിച്ച് ഇതിന് 7 ടൂൾസുകളുണ്ട് പലിശരഹിത ബാങ്കിൽ. അത് പ്രൈവറ്റ് ഉടമയിൽ നടപ്പിലാക്കാൻ ഇതിൻ്റെ ഫിനാൻഷ്യൽ സോഴ്സസ് എത്തിച്ചേരുന്നതിനും അതിന് വിശ്വാസ്യതയുടെ പ്രശ്നങ്ങളും മറ്റുമെല്ലാം ഉള്ളതുകൊണ്ട് പ്രൈവറ്റ് ഉടമയിൽ ഇത് വിജയപ്രദമായി നടപ്പിലാക്കുക ബുദ്ധിമുട്ടാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് സെൻട്രൽ ഗവൺമെൻറ് ഇത് അംഗീകരിക്കുന്നുവെങ്കിൽ വളരെ എളുപ്പമായ രീതിയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാനും ഇന്ത്യയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായ കടക്കെണികളെല്ലാം ഇതുമൂലം പരിഹരിക്കാവുന്നതാണ്. ഇതിൻ്റെ ഘടനയും പ്രവർത്തന രീതിയിലേക്കും കടക്കുന്നതിന് തൊട്ട് മുമ്പായി നമുക്ക്
പ്രധാനമായും ഇതിൻ്റെ ഈ ടൈറ്റിൽ സ്പെസിഫിക്കേഷൻ, എന്തുകൊണ്ടാണ് ഇത് ഇസ്ലാമിക് ബാങ്കിങ് എന്ന പേരിൽ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണത്തിലൂടെ നമുക്ക് വിഷയം ആരംഭിക്കാം. പൊതുവെ ഇസ്ലാമിക് ബാങ്കിങ് എന്നറിയപ്പെടുന്നുവെങ്കിൽ പല സ്ഥലങ്ങളിലും ഇത് ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്കിങ് എന്ന പൊതുപേരിലാണ് അറിയപ്പെടുക. ചില സ്ഥലങ്ങളിൽ റിബ ഫ്രീ ബാങ്കിങ് എന്നും അറിയപ്പെടാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ശരിയ കംപ്ലയിൻറ്റ് ബാങ്കിങ് എന്നും പറയപ്പെടും. ഒട്ടേറെ മുസ്ലിം രാജ്യങ്ങളിൽ അൽ ബറക്ക ബാങ്കിങ് എന്ന പേരിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കയിൽ തന്നെ 8 സ്ഥാപനങ്ങൾ പലിശരഹിത ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സീറോ ഇൻട്രസ്റ്റ് റേറ്റ് ഫൈനാൻസിങ് എന്നാണ് ആധുനികമായി ഇതിന് പേരിട്ടിരിക്കുന്ന അമേരിക്ക. സീറോ ഇൻട്രസ്റ്റ് റേറ്റ് ഫൈനാൻസിങ് എന്ന് വ്യത്യസ്ത പേരുകളുണ്ടെങ്കിലും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്നത് ഇസ്ലാമിക് ബാങ്കിങ് ആണ്. അതിന് പ്രധാനമായ കാരണം പലിശ എന്ന് പറയുന്നത് ഒരു ചൂഷണ കാരണമായ വസ്തുവാണ് എന്നതിൽ ലോകത്ത് വന്ന സാമൂഹിക ചിന്തകർക്കും സാമൂഹിക പരിഷ്കർത്താക്കൾക്കും മതചിന്തകരായ ആളുകൾക്കും അവർക്കതിൽ വേറൊരു സംശയമില്ല. എന്തുകൊണ്ടും പലിശ ചൂഷണമാണെന്ന്. അരിസ്റ്റോട്ടൽ മുതൽ മാവോ സേതുങ് വരെയുള്ള ഫിലോസഫിക്കലായ ആളുകളെ എടുത്താൽ അവരെല്ലാം പലിശ ചൂഷണമാണെന്ന് പറഞ്ഞവരാണ്. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ബർത്ത് ഓഫ് മണി ഫ്രം മണി ഷുഡ് ബി ഫോർബിഡൻ. പണത്തിൻ്റെ മേൽ പണം ഉണ്ടാവുന്നത് നിരോധിക്കേണ്ടതാണെന്ന് അരിസ്റ്റോട്ടിൽ പറയുമ്പോൾ ജൂദായിസത്തിലും കാണാം ഇസ്രായേൽസ് were forbidden to demand any increase in the principal amount in the treatment. പണത്തിൻ്റെ മേൽ മറ്റൊരു പണം ഡിമാൻഡ് ചെയ്യുന്നത് അത് നിഷിദ്ധമാണ് എന്ന രീതിയിൽ ഇസ്രായേൽസ് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റി ലൂക്ക് 6:35 ഹാൻഡ് ഫ്രീ ഹോപ്പിംഗ് നത്തിങ് ദെയർ ബൈ. പണമിടപാടുകളിൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ പണം ആഗ്രഹം വെക്കരുത്, അത് പലിശയാണ്, അത് തെറ്റാണ് എന്നവരും പറയുന്നു. ഹിന്ദുയിസത്തിൽ മനുസ്മൃതിയിൽ കാണാം എ ബ്രാഹ്മിൻ ഹു ആക്സെപ്റ്റ്സ് ഇൻട്രസ്റ്റ് വിൽ ബിക്കം ശൂദ്രൻ. പണം വാങ്ങുന്ന ബ്രാഹ്മണൻ ശൂദ്രനായി അവൻ മരണപ്പെട്ടു പോകും എന്ന രീതിയിൽ, അല്ലെങ്കിൽ ശൂദ്രനായി മാറും എന്ന് പറയുന്നത് തന്നെ പലിശയെ നിരുത്സാഹപ്പെടുത്തലാണ്. കാറൽ മാക്സ് പറയുന്നത്, ദാസ് ക്യാപിറ്റലിൻ്റെ കർത്താവായ കാറൽ മാക്സ് പലിശയെ നിഷേധിച്ച് പറയുന്നത് കാണാം. മാവോ സേതുങ്ങിലാണെങ്കിലും തുടങ്ങിയ ആളുകളെല്ലാം ഇൻഡസ്ട്രി ഈസ് ആൻ ഓർഗൻ ഓഫ് ഫിസിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ, ഇത് സാമ്പത്തികമായ ഒരു ചൂഷണ ഉപാധിയാണ് എന്ന് ഇവരെല്ലാം പറഞ്ഞത് കാണാം. ആധുനിക സാമ്പത്തിക ശാസ്ത്രജ്ഞനായ കെയ്ൻസും പലിശയെ നിരുത്സാഹപ്പെടുത്തിയത് കാണാം. വികസിത രാജ്യങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് 0 ആയിരിക്കണമെന്നും വികസ്വര രാജ്യങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയ റേറ്റിലായിരിക്കണം ഇൻട്രസ്റ്റ് ചുമത്തേണ്ടുന്നതും, അല്ലെങ്കിൽ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, മൂലധനത്തിൻ്റെ എഫിഷ്യൻസി കുറയുന്നത് കൊണ്ട്, കൂടുതൽ ഉൽപ്പാദനം രംഗത്തേക്ക് വരാത്തത് കൊണ്ട് രാജ്യം കൂടുതൽ ഡിപ്രഷനിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഫുൾ എംപ്ലോയ്മെൻറ്റ് നിലനിൽക്കാൻ, രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കാനും സാമ്പത്തികമായ ഉന്നമനത്തിനും പലിശ ചുരുങ്ങിയ രീതിയിലായിരിക്കണം. ഫുൾ അല്ലെങ്കിൽ ഡെവലപ്ഡായ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ 0 റേറ്റിലായിരിക്കണം എന്ന് കാറൽ മാക്സ്, കെയ്ൻസ്, അമേരിക്കൻ എക്കോണമിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിസ്റ്റ് കെയ്ൻസ് പറഞ്ഞതും പലിശയെ നിരുത്സാഹപ്പെടുത്തലാണ്. പക്ഷേ ഈ തുടങ്ങിയ ആളുകളെല്ലാം പലിശ ചൂഷണമാണ്, അത് നിരുത്സാഹപ്പെടുത്തുകയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ്, ഒരു ബദൽ സംവിധാനം ഈ ലോകത്ത് ആവിഷ്കരിക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല എന്നതൊരു ദുഃഖസത്യമാണ്. ഇവിടെയാണ് ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിൽ പലിശ നിഷിദ്ധമാണ് എന്ന് പറയുക മാത്രമല്ല, അതിന് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഇസ്ലാം ലോകത്ത് ആവിഷ്കരിച്ചു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോൾ ആധുനിക കാലഘട്ടം തരണം ചെയ്യുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ ഇസ്ലാം അതിൻ്റെതായ കാഴ്ചപ്പാട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ 2 സർവീസ് സെക്ടറാണ് ബാങ്കിങ്, അതുപോലെ ഇൻഷുറൻസ്. പക്ഷേ ഈ 2 മേഖലകളും ഇസ്ലാമിൻ്റെതായ തനതായ ഒരു രീതി ഉണ്ട്. ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിലെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇസ്ലാമിക് ബാങ്കിങ്. ഇൻഷുറൻസിൻ്റെ മേഖല എടുത്താലും ഇസ്ലാമിൻ്റെതായ രീതിയിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. തക്കാഫുൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അത് പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ഡെറിവേഷൻ നോക്കുമ്പോൾ തആവനു അലൽ ബിരി വ തഖ്വ എന്ന ആയത്തിലേക്ക് എത്തുന്നത് കാണാം.
അങ്ങനെ ഇൻഷുറൻസ് മേഖല എടുത്താലും ബാങ്കിങ് മേഖല എടുത്താലും ആധുനികമായ ഏത് വിഷയങ്ങളെടുത്താലും അതിലെല്ലാം ഇസ്ലാമിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. പലിശരഹിതമായ ഒരു ഇക്കോണമിയിൽ ഒട്ടേറെ ക്ഷേമകരമായ സാഹചര്യങ്ങളുണ്ടാവും. ഒന്നാമതായി തന്നെ പലിശരഹിത ഇക്കോണമിയിൽ സാധനങ്ങളുടെ വില വളരെ കുറവായിരിക്കും. കാരണം വില നിശ്ചയിക്കുന്നതിൻ്റെ മൂലഘടകങ്ങളായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറയുന്ന 4 ഘടകങ്ങൾ, അതിൻ്റെ റിവാർഡായിട്ടുള്ള റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇത്രയുമാണ് സാധാരണ വസ്തുക്കൾക്ക് വില നിശ്ചയിക്കുന്നത്. ഇതിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്ലോയിറ്റേഷനായി കണക്കാക്കാം. കാരണം മൂലധനത്തിൻ്റെ ഉടമക്ക് ലാഭം ലഭിക്കുന്നു, കൂടാതെ മൂലധനത്തിന് പലിശയും ലഭിക്കുന്നു. 2 ബെനിഫിറ്റ് കിട്ടുക, അത് ചൂഷണമാണ്. ഇതിൽ നിന്നും മൂലധനത്തിൻ്റെ വിലയായി കണക്കാക്കുന്ന പലിശയെ ഒഴിവാക്കുമ്പോൾ 4 ഘടകങ്ങൾ വില നിശ്ചയിക്കുന്നതിൽ ഒരു ഘടകം ഒഴിവാകുമ്പോൾ അതിൻ്റെ വിലയായിട്ടുള്ള റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇതാണ് വസ്തുക്കൾക്ക് വില നിശ്ചയിക്കുന്നത്. ഇതിൽ മൂലധന ഉടമയ്ക്ക് ക്യാപിറ്റൽ അഥവാ മൂലധനത്തിൻ്റെ പ്രൈസായി ഇൻട്രസ്റ്റ് ലഭിക്കുന്നു, അതോടൊപ്പം ലാഭവും ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അമിതത്വമാണ്, അതൊരു എക്സ്പ്ലോയിറ്റേഷനാണ്, ചൂഷണമാണ്. അതുകൊണ്ട് അതിൽ നിന്നും മൂലധന ഉടമയ്ക്ക് കിട്ടുന്ന പലിശ ഒഴിവാക്കുകയാണെങ്കിൽ വില നിശ്ചയിക്കുന്നതിൽ 4 ഘടകങ്ങൾ നമുക്കറിയാം. അതിൽ ഒന്ന് ഒഴിവാകുന്നത് കൊണ്ട് വില കുറയുന്നു. സാധനങ്ങൾക്ക് വില കുറയുന്നൊരു ഇക്കോണമി ആയിരിക്കും പലിശരഹിത ഇക്കോണമിയിൽ. അവിടെയുള്ള പുവർ ഇൻകം ഗ്രൂപ്പ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വസ്തുക്കൾക്ക് വില കുറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഉപഭോഗം നടത്താൻ കഴിയുകയും കൂടുതൽ ഉപഭോഗം കൂടുതൽ ഉൽപ്പാദനത്തിനും തദ്വാര ആ രാജ്യത്തിൻ്റെ വികസനത്തിനും കാരണമായി മാറും. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്ലോബൽ ക്രൈസിസ് അഥവാ വേൾഡ് പ്രോബ്ലമായി, സാമ്പത്തിക പ്രശ്നമായി കണക്കാക്കുന്ന ഡിപ്രഷൻ, കമ്പോള മാന്ദ്യം, ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക വിദഗ്ധന്മാർ ചില മെത്തേഡുകൾ വയ്ക്കുമ്പോൾ ഇതിൻ്റെ നേരെ വിപരീത ദിശയായ ഇൻഫ്ലേഷൻ, നാണയപ്പെരുപ്പത്തിലേക്കാണ് പോവുക. നാണയപ്പെരുപ്പം പരിഹരിക്കുന്നതിന് വേണ്ടി മെത്തേഡുകൾ ആവിഷ്കരിക്കുമ്പോൾ വന്നെത്തുന്നത് ഡിപ്രഷൻ, കമ്പോള മാന്ദ്യത്തിലാണ്. എന്നാൽ ഇസ്ലാമിക് സിദ്ധാന്ത പ്രകാരമുള്ള പലിശരഹിതമായ ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അത് ഡിപ്രഷൻ, ഇൻഫ്ലേഷൻ, ഈ 2 ദിശകളിലുള്ള 2 ധ്രുവങ്ങളിലുള്ള സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിലെ പലിശരഹിത ഇക്കോണമി ഒരു ഒറ്റമൂലിയായി പ്രവർത്തിക്കുന്നു എന്ന് പറയാം. അഥവാ ഒരു ഇക്കോണമി ഡിപ്രഷൻ ഫേസ് ചെയ്യുമ്പോഴും ഇൻഫ്ലേഷൻ ഫേസ് ചെയ്യുമ്പോഴും ഇസ്ലാമിൻ്റെ പലിശരഹിത സംവിധാനം 2നെയും തരണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ കഴിയും. കാരണം ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നൊരു ഇക്കോണമിയിൽ ഇസ്ലാമിക രീതിയിലുള്ള പലിശരഹിത സംവിധാനം നിലനിൽക്കുമ്പോൾ വസ്തുക്കൾക്ക് വില കുറവായതുകൊണ്ട് കൂടുതൽ ഉപഭോഗം നടക്കുകയും ഉപഭോഗം കൂടുമ്പോൾ അതനുസരിച്ച് ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ അവിടെ ഇക്കോണമിയിലേക്ക് കൂടുതൽ ലിംഗവും എംപ്ലോയ്മെൻറ്റ് സാധ്യതയും എല്ലാം കൂടുന്നു. ഈ രീതിയിൽ ആ കമ്പോള മാന്ദ്യത്തിൻ്റെ വിവിധ ഘടകങ്ങൾ അപ്രത്യക്ഷമാവുന്നു. ഇനി ഇൻഫ്ലേഷൻ ഫേസ് ചെയ്യുക, നാണയപ്പെരുപ്പം ഉള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം പലിശരഹിത ഇക്കോണമിയിൽ നമ്മൾ പറഞ്ഞതുപോലെ വസ്തുക്കൾക്ക് വില കുറവായിരിക്കും. അതിന് അമേരിക്കൻ ഇക്കോണമിസ്റ്റ് കെയ്ൻസ് പറഞ്ഞതുപോലെ ഒരു ഇക്കോണമിയുടെ ഉൽപ്പാദനത്തെ നിശ്ചയിക്കുന്നത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, മൂലധനത്തിൻ്റെ എഫിഷ്യൻസിയാണ്. ഇൻട്രസ്റ്റ് റേറ്റും മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലും പരസ്പര വിരുദ്ധമായി റിലേറ്റഡ് ആണ്, ഇൻവേഴ്സലി കോറിലേറ്റഡ് എന്ന് പറയും. അഥവാ പലിശ കൂടുമ്പോൾ അല്ലെങ്കിൽ പലിശ കൂടുന്ന ഒരു ഇക്കോണമിയിൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കും. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ കൂടുതൽ നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ആളുകൾ തയ്യാറാവില്ല. കാരണം എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്നാണ് അർത്ഥം. പ്രോഫിറ്റ് കുറയുന്ന ഇക്കോണമിയിൽ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവാതെ വരുന്നു. അതുകൊണ്ട് പലിശരഹിത ഇക്കോണമിയിൽ നമുക്ക് പറയാം മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കൂടുതലാണെന്ന് പറയാം. കൂടുതൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ബിസിനസ് രംഗത്തേക്ക് വരികയും ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ പ്രൊഡക്ഷൻ കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകവും എല്ലാം വർദ്ധിക്കുകയും അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നാണയപ്പെരുപ്പത്തിന് കാരണമായത് സാധാരണ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന വർധനവാണ് ഇൻഫ്ലേഷൻ പ്രധാനമായ കാരണം. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഇൻട്രസ്റ്റ് ഒഴിവാക്കുമ്പോൾ നമുക്ക് പറയാം
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത്രമാത്രം കുറവാണ്. 4 ഘടകങ്ങളിൽ ഒരു ഘടകം ഒഴിവാകുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത്ര കുറയുന്നു. അപ്പോൾ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് കാരണമായ ഒരു സാഹചര്യം പലിശരഹിത ഇക്കോണമിയിൽ ഇല്ലാതെ വരുന്നത് കൊണ്ട് ഇത് ഒരേ സമയത്ത് തന്നെ ഇൻഫ്ലേഷൻ, നാണയപ്പെരുപ്പത്തെയും ഒരേ സമയത്ത് തന്നെ ഡിപ്രഷൻ, കമ്പോള മാന്ദ്യത്തെയും അത് പരിഹരിക്കുന്നതായി കാണാം. ഈ വില വർധനവ് തടയാൻ പലിശരഹിത ഇക്കോണമി സാധിക്കുമെന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു 2000 രൂപയുടെ ഒരു സാരി വാങ്ങുന്നു എന്ന് വിചാരിക്കാം. ഒരു പലിശരഹിത ഇക്കോണമിയിൽ യഥാർത്ഥത്തിൽ അതിന് ഒരു 500 രൂപയെ വില വരുള്ളൂ. എന്താണ് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ, ഈ സാരി ഉണ്ടാക്കാനുള്ള പഞ്ഞി കൃഷി ചെയ്യുന്ന കർഷകൻ പലിശക്ക് വാങ്ങിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് കൃഷി ചെയ്തിരുന്ന പഞ്ഞി നൂൽ കമ്പനിക്ക് വിൽക്കുമ്പോൾ ആ പലിശയും കൂടി അവൻ്റെ കോസ്റ്റിൽ പെടുത്തുന്നു. നൂൽ കമ്പനിക്കാരൻ അവനും പലിശക്ക് ബിസിനസ് നടത്തുന്നു. നൂൽ കമ്പനി ഒരു ടെക്സ്റ്റൈൽ കമ്പനിക്ക് കൊടുക്കുമ്പോൾ അവനിക്ക് വന്ന കോസ്റ്റിൻ്റെ ഭാഗമായ പലിശയും കൂടി ഉൾപ്പെടുത്തുന്നു. ടെക്സ്റ്റൈൽ കമ്പനിക്കാരൻ തുണിയാക്കി ഹോൾസെയിൽ വിൽപ്പന നടത്തുന്നു. അങ്ങനെ ഒരു 6-8 ചാനലിലൂടെയാണ് കൺസ്യൂമറുടെ കയ്യിൽ എത്തപ്പെടുന്നത്. ഇവരെല്ലാം പലിശയിൽ അധിഷ്ഠിതമായാണ് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് അവരെല്ലാം വസ്തുക്കൾ അടുത്ത സ്റ്റേജിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് വന്ന ചിലവ്, കോസ്റ്റ്, ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു 5, 6, 7 സ്റ്റേജ് കഴിഞ്ഞ് കൺസ്യൂമറിൻ്റെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഈ സ്റ്റേജുകളിൽ എല്ലാം ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പലിശ കൂടി വരുന്നത് കൊണ്ടാണ് വസ്തുക്കൾക്ക് ഇത്രമാത്രം വില കൂടുന്നത്. അപ്പോൾ 2000 രൂപ വിലയുള്ള ഒരു സാരിയെ സംബന്ധിച്ചോളം ഇത്രയും സ്റ്റേജ് കഴുത് വരുമ്പോഴാണ് 2000 രൂപ ആവുന്നത്. പക്ഷേ പലിശയില്ലെങ്കിൽ ഈ സ്റ്റേജുകളിലൊന്നും പലിശയില്ലാത്ത സാഹചര്യം വന്നാൽ യഥാർത്ഥത്തിൽ 500 രൂപയെ അതിൻ്റെ വില വരുന്നുള്ളൂ. പക്ഷേ പലിശ ഇക്കോണമി മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ദെൻ കം ടു പലിശ ഇക്കോണമി എപ്പോഴും മനുഷ്യനെ മടിയനായി മാറ്റുകയാണ്. കാരണം ഒരു നിശ്ചിത തുക അവൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, കിട്ടുന്ന തുക കൊണ്ട് ജീവിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു എൻ്റർപ്രൈസിങ് കപ്പാസിറ്റി വളർത്തിയെടുക്കാൻ കഴിയാതെ കേവലം മടിയനായി മാറുന്ന ഒരു സാഹചര്യം പലിശ ഇക്കോണമിയിലുണ്ട്. പലിശ രഹിത ഇക്കോണമി ആകുമ്പോൾ പല വിധത്തിലുള്ള ഒരു ക്ഷേമ വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം, മൂലധനത്തിൻ്റെ ഉടമയിൽ നിന്നും പണം കടം വാങ്ങി ബിസിനസ് നടത്തുന്ന ആൾ ബിസിനസ് നഷ്ടമാവുന്ന സാഹചര്യത്തിൽ, സാധാരണ പലിശ ഇക്കോണമിയിൽ നഷ്ടമാണെങ്കിലും മൂലധന ഉടമ അവൻ്റെ ഇൻട്രസ്റ്റ് റേറ്റായ 10-15% നഷ്ട സാഹചര്യത്തിലും അവൻ കൈപ്പറ്റുന്നു വരുന്നു, അല്ലെങ്കിൽ നഷ്ടമാണെങ്കിലും അവൻ കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ പലിശരഹിത ഇക്കോണമിയിൽ അങ്ങനെയല്ല. നഷ്ടമാണെങ്കിൽ ആ നഷ്ട സാഹചര്യത്തിൽ സഹായിക്കാൻ മൂലധന ഉടമ തയ്യാറാണ്. ഇത് മറ്റൊരു വസ്തുത. പലിശ ഇക്കോണമിയിൽ 10-12% മൂലധന ഉടമയ്ക്ക് പലിശയായി കൊടുക്കുമ്പോൾ അവൻ ബിസിനസ്സിലേക്ക് കിട്ടുന്ന ലാഭം ചിലപ്പോൾ 100% അല്ലെങ്കിൽ 120% ആയിരിക്കും. അപ്പോൾ ഈ ചുരുങ്ങിയ എമൗണ്ട് മൂലധന ഉടമയ്ക്ക് കൊടുത്താൽ ബാക്കി മുഴുവൻ തുകയും ഈ സംരംഭകന് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതും യഥാർത്ഥത്തിൽ ഒരു എക്സ്പ്ലോയിറ്റേഷനാണ്, ഒരു ചൂഷണമാണെന്ന് പറയാം. ഈ 2 സാഹചര്യങ്ങളും പലിശരഹിത ഇക്കോണമിയിൽ ഒഴിവായി നിൽക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ അതിമഹത്തായ ഒരു നേട്ടമായി നമുക്ക് കണക്കാക്കാം. ഇനി ഈ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഇതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് പറയുന്നത് കാണാം. നിങ്ങൾ വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ചരിത്രത്തിൽ അദ്ദേഹത്തെ വാർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് അറിയപ്പെടാറ്. യുദ്ധം അത്രമാത്രം താല്പര്യമുള്ള ആളായിരുന്നു. പക്ഷേ അദ്ദേഹം വായനയിലും പഠനത്തിലും രാജ്യക്ഷേമത്തിനു വേണ്ടിയുള്ള ശ്രമത്തിലൊക്കെ വളരെ മുൻപന്തിയിലായിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ചും ഇതര സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചും പഠിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ക്യാപിറ്റലിസം ഈസ് ആൻ അൺഈക്വൽ ഷെയറിംഗ് ഓഫ് ബ്ലെസ്സിങ് വൈൽ സോഷ്യലിസം ഈസ് ആൻ അൺഈക്വൽ ഷെയറിംഗ് ഓഫ് മിസറി. If Islamic economic system is put into practice, all tenets of Islam and all its political and social orders are established, such an economy would be an abode of peace, prosperity and progress. ഒരു രാജ്യം, ഒരു ഇക്കോണമി സമാധാനത്തിലും അഭിവൃദ്ധിയിലും പുരോഗതിയിലും ആകാൻ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ അഭിപ്രായത്തിൽ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയ പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കലാണ് പരിഹാരം. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ക്യാപിറ്റലിസം രാജ്യത്ത് അൺഈക്വൽ ഷെയറിംഗ് ഓഫ് ബ്ലെസ്സിങ് ഉണ്ടാക്കുമ്പോൾ സോഷ്യലിസം അൺഈക്വൽ ഷെയറിംഗ് ഓഫ് മിസറി, രണ്ടും അർത്ഥം ഒന്ന് തന്നെ, 2 പദപ്രയോഗങ്ങളായി നടത്തിയെന്ന് മാത്രം. ക്യാപിറ്റലിസത്തിനും സോഷ്യലിസത്തിനും സമൂഹത്തിൽ നിന്നും സാമ്പത്തിക അസന്തുലിതാവസ്ഥയെ ഉച്ചാരണം ചെയ്യാൻ കഴിയില്ല. അവ ഒരു സ്ഥലത്ത് മിസറി വർദ്ധിപ്പിക്കുമ്പോൾ ചുരുക്കമായ ആളുകളിൽ ബ്ലെസ്സിങ് ഉണ്ടാക്കുന്ന സാഹചര്യമാണ്
ക്യാപിറ്റലിസവും സോഷ്യലിസവും ഉണ്ടാക്കുന്നതെങ്കിൽ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിൽ പരിപൂർണമായ അഭിവൃദ്ധിയും പുരോഗതിയും പ്രതീക്ഷിക്കാം എന്ന് വിൻസ്റ്റൺ ചർച്ചിലിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് പ്രധാനമായി നീങ്ങേണ്ടത് ഈ ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്കിങ്, പലിശരഹിത ബാങ്കും പലിശ ബാങ്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾക്ക് കൂടുതലായി പറയാനുള്ളത്. അതിനു മുമ്പ് ഇതിൻ്റെ ചരിത്രപരമായ ഒരു സമീപനത്തിലേക്ക് വന്നാൽ, ലോകത്ത് 1963 ഈ പലിശരഹിത ബാങ്ക് എന്ന രീതിയിൽ മിഡ് ഗാംബർ സേവിംഗ് ബാങ്ക് ഈജിപ്തിൽ ആരംഭിച്ചത്. 1963 ഇത് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിൽ അങ്ങനെ എഴുതി ചേർത്തു എന്നല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിച്ച നിയമവ്യവസ്ഥയെ, അതിൻ്റെ വിശദീകരമായ ഹദീസ്, അതിൽ നിന്നും ക്രോഡീകരിച്ച ഫിഖ്, ഇതിലെല്ലാം സവിസ്തരം വിശദീകരിക്കപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥിതിയെ ഒരു ബാങ്കിങ് സംവിധാനമായി രൂപപ്പെടുത്തി എന്ന് മാത്രമേ 1963 തുടക്കം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിൽ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പ്രവിശാലമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇമാം ഷാത്തിബിയും ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യൂമും ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചും ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ചുമെല്ലാം വിശദമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ്. ഇവരിൽ നിന്നെല്ലാം ഉൾക്കൊള്ളുകൊണ്ട് മഹാനായ ഇബ്നു ഖൽദൂൻ വളരെയധികം വിശാലമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും, ഒരു വേള ഇന്ന് എക്കണോമിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഒരു യൂറോപ്യനാണ് ആഡം സ്മിത്ത്. ഈ ആഡം സ്മിത്ത് ജനിക്കുന്നതിന് ഏകദേശം 315 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചു പോയ ആളാണ് മഹാനായ ഇബ്നു ഖൽദൂൻ റളിയല്ലാഹു അൻഹു. മഹാനുഭാവൻ സാമ്പത്തിക വ്യവസ്ഥയിൽ എഴുതി വെച്ച അതേ കാര്യം തന്നെ പിൽക്കാലത്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകത്ത് അവതരിപ്പിച്ച ആളാണ് യഥാർത്ഥത്തിൽ ആഡം സ്മിത്ത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഒരു പഠനം നടത്തിയപ്പോൾ എൻ്റെ പഠനത്തിൽ ആഡം സ്മിത്തിൻ്റെ ഈ കാര്യം പ്രത്യേകം ചർച്ച ചെയ്തിട്ടുണ്ട്. ആഡം സ്മിത്തിനെ കുറിച്ച് ആധുനിക എക്കോണമിസ്റ്റായ കെയ്ൻസ് തന്നെ അഭിപ്രായപ്പെട്ടത് ഹീസ് നോട്ട് ആൻ ഇക്കോണമിസ്റ്റ്, ഹീസ് ഓൺലി ആൻ എഡിറ്റർ. അത് ഒരു ഇക്കോണമിസ്റ്റ് ഒന്നുമല്ല, ഒരു എഡിറ്ററാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ 2-3 പോയിന്റുകൾ വെച്ച് ആഡം സ്മിത്തിനെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുമെങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെ അവകാശി ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നത് ഇബ്നു ഖൽദൂനാണ് എന്ന് ഞാനിത് എൻ്റെ തീസിസിൽ ഞാനത് സമർത്ഥിക്കുകയുണ്ടായി. ഇബ്നു ഖൽദൂൻ കൊടുത്ത അതേ ആശയമാണ് യഥാർത്ഥത്തിൽ കൊടുത്തത്. അത് തന്നെ പ്രൊഫസർ അക്കിനാസ് എന്ന് പറയുന്ന ആൾ ഏകദേശം ഇമാം ഗസാലി റളിയല്ലാഹുവിൻ്റെ കാലക്കാരനാണ്. പിൽക്കാലത്ത് ഇമാം ഗസാലി റളിയല്ലാഹുവിൻ്റെ പഠനങ്ങളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു ഈ വിഷയത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ് പ്രൊഫസർ അക്കിനാസും ലോകത്തോട് പറഞ്ഞത്. അതുകൊണ്ട് അതും ഒരു തരം കോപ്പി ഐഡിയായി കണക്കാക്കാം. ഇന്ന് പ്രൊഫസർ അക്കിനാസ് ഒരു ഇക്കോണമിസ്റ്റായി കുട്ടികൾ അദ്ദേഹത്തിൻ്റെ തീസിസും തിയറി എല്ലാം പഠിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉറവിടമായി നമുക്ക് കണക്കാക്കാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്തായാലും 1963 ഒരു സംവിധാനം ഈജിപ്തിൽ ഉണ്ടായി. പിന്നീട് 1975 പീരീഡിൽ ജിദ്ദ ആസ്ഥാനമാക്കി ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന പേരിൽ ബാങ്ക് ആരംഭിച്ചു. അത് ലാഹോറിൽ കൂടിയ 74 കൂടിയ കോൺഫറൻസിൻ്റെ ഒരു റിസൾട്ടായിരുന്നു. അത് ഇന്ന് വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു. വേൾഡ് ബാങ്ക് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ബാങ്കിങ് മേഖലയിൽ സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ട് പിന്നെ ഏറ്റവും വലിയ ബാങ്കായി ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജിദ്ദയിലാണ്. ഏകദേശം 53 രാജ്യങ്ങളുടെ ക്യാപിറ്റൽ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ബാങ്ക്, വേൾഡ് ബാങ്ക് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഏറ്റവും വലിയ ബാങ്കായി പലിശരഹിത ബാങ്ക് ലോകത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും ജീവിക്കുന്ന ഉദാഹരണമാണ് ആയി നമുക്കതിനെ സൂചിപ്പിക്കാവുന്നതാണ്. നമുക്കിനി പ്രധാനമായും പലിശരഹിത ബാങ്കും പലിശ ബാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പരിശോധിക്കാം. അതിനുശേഷം അതിൻ്റെ സ്ട്രക്ചറൽ പോയിന്റിലേക്ക് പോകാവുന്നതാണ്. പ്രധാനമായ വ്യത്യാസം, പലിശ ബാങ്കുകൾ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിരിക്കുന്നത്, പലിശയെ ആധാരമാക്കി നിലകൊള്ളുമ്പോൾ പലിശരഹിത ബാങ്കുകൾ പ്രോഫിറ്റ് ലോസ് ഷെയറിങ്ങിനെ ആധാരമാക്കിയാണ് നിലകൊള്ളുന്നത്, അഥവാ ലാഭനഷ്ടങ്ങളെ ആധാരമാക്കി നിലകൊള്ളുന്നു. ഒന്നാമത്തെ വ്യത്യാസം അതാണ്. പലിശ ബാങ്കുകൾ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആകുമ്പോൾ പലിശരഹിത ബാങ്കുകൾ പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് സിസ്റ്റമാണ്. രണ്ടാമത്തെ വ്യത്യാസം, പലിശ ബാങ്കുകൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, കടം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലിശരഹിത ബാങ്കുകൾ അസറ്റ്, ആസ്തിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കടം ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്വഭാവം പലിശരഹിത ബാങ്കിലില്ല. അതുകൊണ്ട് കടക്കെണിയും ഉണ്ടാവുന്നില്ല. സംവിധാനത്തെക്കുറിച്ച് നമ്മൾ സ്ട്രക്ചറലായ വിഷയം പഠിക്കും. എൻ്റെ അടിസ്ഥാന ഘടന പറയുമ്പോൾ
ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നമ്മളതിൻ്റെ ഘടന വിശദീകരിക്കുമ്പോൾ എളുപ്പമായി നമുക്ക് കൂടുതൽ വ്യക്തമാക്കാൻ കഴിയും. ഏതൊരു വസ്തുവിന് വേണ്ടി ബാങ്കിനെ സമീപിച്ചാലും ബാങ്ക് അതിനുള്ള തുക ലോണായി കൊടുക്കുകയല്ല, എന്താണോ അതിൻ്റെ ആവശ്യം ആ ആവശ്യം നിറവേറ്റി കൊടുക്കുകയും ചെയ്യാം. ഒരു കാറിന് വേണ്ടി വന്നാൽ കാറിനുള്ള ലോൺ കൊടുക്കുന്നതിന് പകരം കാർ തന്നെ കൊടുക്കുന്നു. ഒരു മെഷീൻ വന്നാൽ മെഷീൻ കൊടുക്കുന്നു. ഒരു ബിൽഡിങ്ങിന് വേണ്ടി അപ്രോച്ച് ചെയ്താൽ ബിൽഡിങ് കൊടുക്കുന്നു. ഈ രീതിയിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ കടം ഒരിക്കലും പലിശരഹിത ബാങ്കിൽ ഉണ്ടാകുന്നില്ല, കടക്കണി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കടക്കണി കൊണ്ട് മരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. മൂന്നാമത്തെ വ്യത്യാസം, അക്കൗണ്ടിങ് നേച്ചറിലെ അക്കൗണ്ട്സ് നോക്കുമ്പോൾ പലിശ ബാങ്കുകളിലെല്ലാം 3 തരം അക്കൗണ്ട് നമ്മൾക്കറിയാം: സേവിങ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. എന്നാൽ പലിശരഹിത ബാങ്കുകളിൽ ആദ്യം പറഞ്ഞ സേവിങ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും അപ്രകാരം പ്രവർത്തിക്കുമ്പോൾ മൂന്നാമത്തെ വരിയിനം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന പേരിലാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ സ്ഥാനത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നാണ് പറയുക. ഇവിടെയാണ് കാര്യമാത്രമായ വ്യത്യാസം പലിശ ബാങ്കും പലിശരഹിത ബാങ്കും തമ്മിലുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇൻട്രസ്റ്റ് പേ ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഒരാൾ പണം നിക്ഷേപിക്കാൻ വന്നാൽ അവന് ബാങ്കുമായി പ്രധാനമായി 2 കരാർ വേണ്ടി വരും. ബാങ്ക് ഓർഗനൈസർ അല്ലെങ്കിൽ എൻ്റർപ്രൈസ് ചെയ്യുന്ന ആളെ കണ്ടെത്തി അവരുമായി വേറെ കരാറും ഉണ്ടാക്കുന്നു. ആ കരാർ പ്രകാരം അവർക്ക് പണം കൊടുക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പണമാണ്. അപ്പോൾ ലളിതമായ ഒരു ഭാഷയിൽ ഇത് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പലിശരഹിത ബാങ്കിൽ മൂലധന ഉടമ ബാങ്കുമായി വെക്കുന്ന ഒരു കരാറാണ്. ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം അവൻ വെക്കുന്ന കരാറ്, ഞാൻ എൻ്റെ ഈ തുക ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിന് നിക്ഷേപിക്കുന്നു. ലാഭാർത്ഥമായ ഇതര നിക്ഷേപ മേഖലകൾ കണ്ടെത്തി അതിൽ നിക്ഷേപിക്കുന്നതിന് ബാങ്കിനെ ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, പവർ ഓഫ് അട്ടോണി തരുന്നു എന്നർത്ഥം. ബാങ്ക് തിരിച്ചൊരു മറ്റൊരു എഗ്രിമെൻറ്റിലേക്ക് വരുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ കിട്ടുന്ന ലാഭം, ആ ലാഭത്തിൽ ഇത്ര ശതമാനം ബാങ്ക് കമ്മീഷനായി എടുക്കും, ബാക്കി നിങ്ങൾക്ക് ലാഭം നൽകുന്നു. ഇതാണ് 2 കരാറുകൾ. അപ്പോൾ ബാങ്ക് ഏകദേശം ഒരുതരം മീഡിയേഷനാണ് ഇവിടെ നിർവഹിക്കുന്നത്. ബാങ്കിൽ പണം തേടി വരുന്ന, ക്യാപിറ്റൽ മൂലധനം തേടി വരുന്ന ഓർഗനൈസർ, സംരംഭകൻ ബാങ്കിൽ നിന്ന് മറ്റൊരു കരാർ നേടുന്നു. അല്ലെങ്കിൽ അവൻ പണം കൊടുക്കുമ്പോൾ ബാങ്ക് വെക്കുന്ന കരാറ്, നിങ്ങൾക്ക് ഇത്ര തുക ബാങ്ക് തരുന്നു, നിങ്ങളുടെ സംരംഭ കാര്യത്തിൽ നിങ്ങൾക്ക് മൊത്തം വേണ്ട തുകയിൽ ഇത്ര ശതമാനമാണ് ബാങ്ക് തരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ലാഭത്തിൽ ഇത്ര ശതമാനം, ആ ഫിക്സഡ് റേറ്റ് നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. മൊത്തം ക്യാപിറ്റലിൽ ഇത്ര ശതമാനം ബാങ്ക് തരുന്നു, അതുകൊണ്ട് ലാഭത്തിൽ ആ ശതമാനത്തിന്, ലാഭം വന്നാൽ ആ ശതമാനം അനുസരിച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ആ തുക ബാങ്ക് ഓട്ടോമാറ്റിക്കായി മൂലധന ഉടമയ്ക്ക് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ബാങ്കും പണം നിക്ഷേപിക്കുന്ന ആളും തമ്മിലുള്ള കരാറും ബാങ്കും സംരംഭകനും തമ്മിലുള്ള കരാറും. ഒരർത്ഥത്തിൽ ബാങ്ക് സംരംഭകനെയും മുതലുടമയെയും ഒന്നിച്ചു ചേർക്കുന്നൊരു കണ്ണിയായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഓണർ ഓഫ് ദി ക്യാപിറ്റൽ ആസ് വെൽ ആസ് ഓർഗനൈസർ, ദേ ആർ മേർജിങ് ടുഗദർ. ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ മേർജിങ് ടുഗദർ എന്ന് പറയും. അപ്പോൾ പണത്തിൻ്റെ ഉടമയെയും സംരംഭകനെയും ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ. ഇതിലൂടെ ചെയ്യുന്നത് പണത്തിൻ്റെ ഉടമയെ ഒരു മടിയനായി, അലസനായി മാറ്റാതെ, ബിസിനസ് സംരംഭങ്ങളിൽ അവനും അവൻ്റേതായ ഒരു റിസ്ക് ഉണ്ട്. ബിസിനസ്സിൽ അവൻ ഇടപെടുന്നില്ലെങ്കിലും ബിസിനസ്സിൽ വരുന്ന ലാഭത്തിലും നഷ്ടത്തിലും അവനും ഭാഗവാക്കാണ്. ലാഭത്തിൽ ശതമാനം പറയുന്നത് പോലെ ഇൻ കേസ് നഷ്ടം വന്നാൽ അതിലും അവൻ പങ്കാളിയായിരിക്കും. അതാണ് മൂന്നാമത്തെ വ്യത്യാസം. നാലാമത്തെ വ്യത്യാസം, പലിശ ബാങ്കുകളിൽ ഒരു ടൂൾ മാത്രമേ ഉള്ളൂ. അതായത് എന്താവശ്യത്തിന് വന്നാലും പണം കൊടുക്കുന്നു, തിരിച്ച് പണവും അതിൻ്റെ പലിശയും തിരിച്ചടക്കണം. എന്നാൽ പലിശരഹിത ബാങ്ക്, ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 7 തരം ടൂൾസ് ഉണ്ട്. ആ 7 ടൂൾസ് വർക്ക് ചെയ്യുന്നു. അത് നമ്മൾ വിശദീകരിക്കുമ്പോഴാണ് ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുന്നത്. നമ്മൾ പറയും മുലാറബ, മുറാബഹ, മുഷാരക്ക, ബൈമു അജ്ജൽ, ഇജാറ, ബൈസലം, ഖർള് ഹസൻ, ഇങ്ങനെ തുടങ്ങി 7 ടൂൾസ് പലിശരഹിത ബാങ്കുകളുണ്ട്.
ഈ 7 ടൂൾസ് പലിശരഹിത ബാങ്കിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ലാഭം പ്രോഫിറ്റ് ലോസ് അല്ല. അത് തന്നെ 3 തരത്തിലാണ് ലോൺ കൊടുക്കുന്നത്. പലിശരഹിത ബാങ്കിൽ, ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്ക് ആളുകൾക്ക് ലോൺ കൊടുക്കുന്നതിന് 3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനാൻസ്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന തുക. മറ്റൊന്ന് ട്രേഡിംഗ് ഫൈനാൻസ്, അത് ഈ 7 ടൂൾസിൽ ചില ഐറ്റംസ് ട്രേഡിംഗ് ഫൈനാൻസിലാണ് വരിക. മുലാറബയും മുഷാരക്കയും ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനാൻസിൽ വരുമ്പോൾ മുറാബഹയും ഇജാറയും ബൈമു അജ്ജലെല്ലാം തന്നെ ട്രേഡിംഗ് ഫൈനാൻസിലാണ് വരിക. മറ്റൊന്ന് ലീസ് അഗ്രിമെൻറ്റ്. അപ്പോൾ ഫൈനാൻസിങ് സിസ്റ്റം പലിശരഹിത ബാങ്കിൽ 3 തരമാണ്: ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനാൻസിങ്, ട്രേഡ് ഫൈനാൻസിങ്, ലീസ് അഗ്രിമെൻറ്റ്. ഇത് ഉപയോഗിക്കുന്നത് 7 തരം ടൂൾസാണ്. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. മുലാറബ എന്ന് പറയും, ഖിറാൽ എന്നും അതിന് പേരുണ്ട്. മറ്റൊന്ന് മുറാബഹ എന്ന് പറയും, മറ്റൊന്ന് മുഷാരക്ക എന്ന് പറയും, മറ്റൊന്ന് ഇജാറ എന്ന് പറയും, ബൈമു അജ്ജൽ അടുത്തതാണ്, ബൈ സലം മറ്റൊന്ന്, ഖർള് ഹസൻ വേറൊന്ന്. അങ്ങനെ 7 ടൂൾസ് ഉണ്ട്. ഈ 7 ടൂൾസിലൂടെ ഫൈനാൻസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനാൻസിങ്, ട്രേഡിംഗ് ഫൈനാൻസിങ്, ലീസ് അഗ്രിമെൻറ്റ് സിസ്റ്റം. ഇനി ഇവകളെ ഓരോന്നും വിശദീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ബാങ്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് ഐറ്റം മുലാറബയാണ്. നേരത്തെ പറഞ്ഞ പോലെ മുലാറബയെ ഖിറാൽ എന്നും പറയാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ പണ്ടേ സ്ഥലം പിടിച്ചതാണ്. ഇത് സംബന്ധമായി മഹാനായ സർക്കശി റളിയല്ലാഹു അൻഹു ഈ വിഷയം തൻ്റെ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൽ തുടങ്ങുന്നതിന് ഇംലാവുൽ മുലാറബത്ത് മിനൽ ലർബി ഫിൽ അർളി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് വഅഹ്ലുൽ മദീനത്തി യുസമ്മൂന ഹാദൽ ലഖ്ദ മുഖാരിളത്തുൻ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുക്കാറള എന്ന് പറയുമ്പോൾ, ഖിറാൽ പറയുമ്പോൾ ചില ഫിഖ് പണ്ഡിതന്മാർ മുലാറബ എന്നാണ് പ്രയോഗിക്കാറ്. അതിൻ്റെ ഇതര വശങ്ങളെക്കുറിച്ചെല്ലാം മഹാനായ സർക്കശി ഇമാം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് ഇങ്ങനെയെല്ലാമാണെങ്കിലും ഞാൻ കൈക്കൊള്ളുന്നത് മുലാറബ എന്ന വാക്കിനെയാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു പ്രത്യേക ഒരു വാക്കാണ് ഈ മുലാറബ രൂപം കൊണ്ടത്. കാരണം അത് പറഞ്ഞുകൊണ്ട് വാഹ്റൂന എൽറിബൂന ഫില്ലർലി യബ്തഗൂന മിൻ ഫളിലില്ല എന്ന് പറയുന്ന എൽറിബൂന എന്ന വാക്കിൽ നിന്നാണ് ലർബ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് മുലാറബ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുലാറബയുടെ വിശദീകരണങ്ങൾ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം കാണാം. 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങളിലും ഈ മുലാറബയും ഖിറാൽ സംബന്ധമായ വിശദീകരണങ്ങൾ കാണാം. മഹദിയായിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പല സഹാബാക്കൾക്കും ചില ക്യാപിറ്റൽ മൂലധനം കൊടുത്തുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ആവുകയും അതിൽ ലാഭം വീതിക്കുകയും ചെയ്ത സംരംഭങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ചത് കാണാം. അങ്ങനെ മുലാറബ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ ടൂളാണ്. പ്രോഫിറ്റ് ലോസ് സിസ്റ്റം എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. ഇതിൻ്റെ സംവിധാനം മുലാറബ മെത്തേഡിലുള്ള ഇസ്ലാമിക് ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഒരു മീഡിയേറ്ററാണ്. ഒരു ട്രയാങ്കുലർ പദ്ധതിയിൽ ബാങ്ക് അതിൻ്റെ മീഡിയേറ്ററായി നിൽക്കുന്നു. അതിൻ്റെ ഒരു വശത്ത് ഓണർ ഓഫ് ദി ക്യാപിറ്റൽ റബ്ബുൽ മാൽ എന്ന് പറയും, മറ്റൊരു വശത്ത് ഓർഗനൈസർ നിൽക്കുന്നു. ഓർഗനൈസർക്ക് പണം ആവശ്യമുണ്ട്, ബാങ്കിനെ സമീപിക്കുന്നു. ബാങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുടെ പണമുണ്ട്. ഈ പണത്തിൽ നിന്നാണ് ബാങ്ക് കൊടുക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾ ബാങ്കുമായുള്ള കരാറ് എൻ്റെ പണം ഏറ്റവും സൂട്ടബിളായ മേഖലയിൽ കണ്ടെത്തി ലാഭാർത്ഥ മേഖലയിൽ നിക്ഷേപിക്കാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് ബാങ്കിന് കൊടുത്തത് കൊണ്ട് തന്നെ ബാങ്ക് ഏറ്റവും സൂട്ടബിളായ മേഖലകളിൽ അത് ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ കിട്ടുന്ന ലാഭം എത്രയാണോ മൊത്തം ക്യാപിറ്റലിൽ ഇതിൻ്റെ റേഷ്യോ അതനുസരിച്ച് ലാഭം ബാങ്കിൽ വരും. ബാങ്ക് അതിൽ നിന്ന് ബാങ്കിൻ്റെ കമ്മീഷൻ കഴിച്ച് ബാക്കിയുള്ള ഭാഗം മുതലുടമക്ക് കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് അതിലുള്ളത്. ഇതിൽ നഷ്ടം വന്നാൽ ആ നഷ്ടത്തിനും ഈ മുതലുടമ ഭാഗവാക്കാകേണ്ടതാണ്. ഇങ്ങനെ നഷ്ടത്തിൽ പങ്കുചേരാൻ മുതലുടമയുണ്ട് എന്നത് എന്തുകൊണ്ടും സംരംഭകനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ്. സാധാരണ പലിശ സമ്പ്രദായ സംവിധാനത്തിൽ നഷ്ടം വന്നാൽ സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം സ്തംഭിക്കുന്നു എന്നതോടൊപ്പം ലോണിന് ഗ്യാരണ്ടിയായി വെച്ച കൊളാട്രൽ സെക്യൂരിറ്റിയും ബാങ്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഇസ്ലാമിക് ബാങ്കിങ് സമ്പ്രദായത്തിൽ
നഷ്ടം വന്നാൽ അതിൽ പങ്കുചേരാൻ മുതലുടമയുമുണ്ട് എന്ന അവസ്ഥ സംരംഭകന് ധൈര്യസമേതം ബിസിനസ് നടത്താൻ കരുത്തേകുന്നു. മുതലുടമയെയും സംരംഭകനെയും ഒന്നിച്ചു ചേർക്കുന്ന ഒരു മാധ്യമ പണിയാണ് യഥാർത്ഥത്തിൽ ബാങ്ക് ചെയ്യുന്നത്. ബാങ്ക് അങ്ങനെ ഒരു മീഡിയേഷൻ പണിയെടുക്കുന്നു. ഇതിന് ബാങ്കിനെ സഹായിക്കാൻ ഒരു ഒബ്സർവർ ഉണ്ടാവും. ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിൽ ഒബ്സർവർക്ക് വളരെ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ശരിയ പ്രിൻസിപ്പിൾ നന്നായി പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഭൗതികമായ ഇത്തരം ബാങ്കിങ് മേഖലകളെക്കുറിച്ചുള്ള അവഗാഹമായ ജ്ഞാനമുണ്ടാവും. അദ്ദേഹം വളരെ നീതിമാനായ മനുഷ്യനായിരിക്കും. ഈ ഒബ്സർവർക്ക് വലിയൊരു റോളുണ്ട്. ഒബ്സർവറാണ് ഏത് മേഖലയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടെത്തുകയും അത് ബാങ്കിന് അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഒബ്സർവർ കണ്ടെത്തിയ ബിസിനസ്സിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. ലാഭം കുറച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ നിരീക്ഷകൻ കണ്ടുപിടിക്കും. നിരീക്ഷകൻ വളരെ നീതിമാനായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇസ്ലാമിക് ബാങ്കിങ് സംവിധാനത്തിൽ അനീതി വളരെ കുറവായിരിക്കും എന്ന് നമുക്ക് പറയാം. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞാൽ, സപ്പോസ് എ ബി സി എന്ന് പറയാം. ബി എന്ന് പറയുന്നത് ബാങ്ക്, എ മുതലുടമ റബ്ബുൽ മാൽ, സി എന്ന് പറയുന്നത് ഓർഗനൈസർ അഥവാ സംരംഭകൻ. സംരംഭകൻ ഒരു 200 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഉദാഹരണത്തിന് അയാൾ 100 കോടി രൂപ എടുക്കുന്നു. ഈ മുളാറബയിൽ തന്നെ 6-8 ഇനങ്ങളുണ്ട്. ഫുൾ എമൗണ്ട് മുതലുടമ എടുക്കുകയും സംരംഭകൻ തീരെ പണം എടുക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയും അല്ലാത്തതുമെല്ലാം ഉണ്ട്. നമ്മൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ 200 കോടി രൂപയുടെ ഒരു പദ്ധതി, അതിൽ 100 കോടി രൂപ സംരംഭകൻ തന്നെ എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇനി സംരംഭകന് ആവശ്യം ഒരു 100 കോടി രൂപയും കൂടി വേണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അദ്ദേഹം ഇസ്ലാമിക് ബാങ്കിനെ സമീപിക്കുന്നു. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന മുതലുടമ ഒരാൾ ഒരു 100 കോടി രൂപ ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ബാങ്ക് നോക്കുകയാണ്, നല്ലൊരു സംരംഭക മേഖലയാണ് സിയുടേത്, അതുകൊണ്ട് ഇയാളുടെ ഈ 100 കോടി രൂപ അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബി എന്ന് പറയുന്ന ബാങ്ക് 100 കോടി രൂപ സിക്ക് കൊടുക്കുന്നു. ഒരു കണ്ടീഷനുണ്ട്, ലാഭത്തിൽ ഇപ്പോൾ 200 കോടി രൂപയാണ് മൊത്തം മുതൽ, അതിൽ 100 കോടി രൂപ ബാങ്ക് കൊടുക്കുന്നു. അതുകൊണ്ട് ലാഭത്തിൻ്റെ 50% ബാങ്കിലേക്ക് തരണം. ഇതാണ് പ്രധാനമായ കരാർ. സ്വാഭാവികമായി വരുന്ന സംശയം, സംരംഭകൻ 100 കോടി രൂപ ഇറക്കുകയും സംരംഭക പണി ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ലാഭത്തിൻ്റെ 50% ബാങ്കിലിറക്കേണ്ടി വരുന്നത് ഒരു ചൂഷണമല്ലേന്ന് തോന്നും. ചൂഷണത്തിൻ്റെ വിഷയമില്ല. കാരണം സംരംഭകന് വരുന്ന ലാഭത്തിൻ്റെ ഷെയറാണ് 50% ഇടുന്നത്. ഈ ലാഭം കണക്കാക്കുമ്പോൾ സംരംഭകൻ ചെയ്യുന്ന സംരംഭക പണികൾക്കെല്ലാം ഒരു വേതനമുണ്ട്. അവന് അതിൻ്റെതായ റെമ്യൂണറേഷൻ കൊടുക്കും. അവന് വരുന്ന എല്ലാ ചെലവുകളും എല്ലാം കഴിച്ചതിന് ശേഷമാണ് ലാഭം കണക്കാക്കുക. ആ ലാഭത്തിൻ്റെ 50% ബാങ്കിലടക്കണം. ബാങ്ക് എയുമായുള്ള കരാർ പ്രകാരം എയുടെ അക്കൗണ്ടിൽ വരുന്ന ലാഭത്തിൽ ഉദാഹരണത്തിന് 20% ബാങ്ക് കമ്മീഷനായി എടുക്കുന്നു. ബാക്കി ആ വരുന്ന ലാഭത്തിൻ്റെ 80% എയുടെ അക്കൗണ്ടിലിടുകയും എക്ക് സമയാസമയങ്ങളിൽ എടുക്കുകയും ചെയ്യുക. അത് എടുക്കാവുന്നതുമാണ്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ലോകത്ത് വേൾഡ് പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്താൽ പ്രൈവറ്റ് മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് വേൾഡ് ആവറേജ് 20%. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ബാങ്കിൽ നിന്ന് കിട്ടാവുന്നത് 10-12% പലിശയാണ്. വേൾഡ് ആവറേജ് 20% എന്ന് പറഞ്ഞാൽ ചില കമ്പനികളെല്ലാം 100-140% ലാഭമാണ്. അപ്പോൾ റിലയൻസ് പോലെയുള്ള കമ്പനികളൊക്കെ 100-120-140% ഒക്കെ ലാഭം ഉണ്ടാക്കുമ്പോൾ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭനഷ്ടത്തിൽ പങ്കാളികളായിക്കൊണ്ടുള്ള മുളാറബ സിസ്റ്റം വളരെ ഗുണകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അത്രയും തുക പലിശ പ്രതീക്ഷിച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ ആളൊരു അലസനായി മാറുകയും പിന്നെ ഒരു വർധനവ് ക്യാപിറ്റൽ മൂലധനത്തിൽ ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും മുളാറബ വളരെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. ഈ മുളാറബ തന്നെ വിശദീകരിക്കുമ്പോൾ കുറേ ഇനങ്ങളുണ്ട്. മുളാറബയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് ബാങ്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. മുളാറബ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുക. ആ സർട്ടിഫിക്കറ്റിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഉടമക്ക് എവിടെ നിന്നും പണം ലഭിക്കാനോ അല്ലെങ്കിൽ എവിടെയും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങാനോ ഒക്കെ വളരെ എളുപ്പമാണ്. അത്രയും പണം ബാങ്കിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇതിൻ്റെ തന്നെ പല ഇനങ്ങളുണ്ട്. കൂടുതൽ വിശദീകരിക്കാൻ സമയം കുറവായതുകൊണ്ട് പറയുന്നില്ല. അൽ മുളാറബൽ മുഖയ്യദാത്ത് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് മുളാറബയുണ്ട്. അതിന് ടൈം ഫിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിൻവലിക്കുന്നതിനുള്ള റെസ്ട്രിക്ഷൻ, പണം ഡെപ്പോസിറ്റ് ചെയ്ത് പിൻവലിക്കാനുള്ള സമയം കൊടുക്കുന്നതും കൊടുക്കാത്തതും പ്രത്യേക റെസ്ട്രിക്ഷൻ ഉള്ളതുണ്ട്. റെസ്ട്രിക്ഷൻ ഇല്ലാത്തതുണ്ട്. അൽ മുളാറബൽ മുത്തലക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അൺറെസ്ട്രിക്റ്റഡ് മുളാറബയുണ്ട്. ഹനഫി ഹംബലി
മദ്ഹബുകളെല്ലാം റെസ്ട്രിക്റ്റഡ് മുലാറബ സ്വീകരിച്ചുകൊണ്ട് 1 ഇയർ 2 ഇയർ വെച്ചിട്ട് വേണമെങ്കിൽ മുലാറബയിൽ വെച്ചിട്ടുള്ള ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ അനുവാദം കൊടുക്കാമെന്നുണ്ട്. പിന്നെ മറ്റു ചില മദ്ഹബുകൾ ഷാഫി മാലിക് മദ്ഹബുകളിലെല്ലാം അങ്ങനെ പാടില്ല, അങ്ങനെ ഡെപ്പോസിറ്റ് പെട്ടെന്ന് പിൻവലിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം കൊണ്ട് അത് പാടില്ല എന്ന് പറയുന്നതും ചില ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് കാണാം. എന്തായാലും മുലാറബ തന്നെ 2-3 ഇനങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഐറ്റം മുറാബഹ, കോസ്റ്റ് പ്ലസ് എന്നാണ് പറയാം. മുലാറബക്ക് പ്രോഫിറ്റ് ലോസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മുറാബഹ കോസ്റ്റ് പ്ലസ്. അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമ റിബ എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. കച്ചവടം ഹലാലാക്കുകയും പലിശ നിഷിദ്ധമാക്കുകയും ചെയ്തു എന്ന ആയത്തിൽ കച്ചവടം ഹലാലാണ്. ചിലപ്പോൾ പലിശയായി കൊടുക്കുന്ന അതേ എമൗണ്ടിൽ തന്നെയായിരിക്കും കച്ചവടത്തിൻ്റെ ലാഭവും വെക്കുന്നത്. പക്ഷേ രണ്ടും രണ്ടാണ്, ഒന്ന് അനുവദിക്കപ്പെട്ടതും മറ്റൊന്ന് അനുവദിക്കപ്പെടാത്തതുമാണ്. ഇതിൽ മുറാബിഹിൽ കോസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റപ്രകാരം ചില വസ്തുക്കൾക്ക് വേണ്ടി ലോൺ ആവശ്യത്തിനായി ചില കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കിനെ സമീപിച്ചാൽ, ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ, ഒരു കാറ് വാങ്ങാൻ, ഒരു ബിൽഡിംഗ് വാങ്ങാൻ, ഒരു മെഷീനറി വാങ്ങാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കിനെ സമീപിച്ചാൽ അവിടെ പ്രോഫിറ്റ് ലോസ് സിസ്റ്റം അനുസരിച്ചല്ല വർക്ക് ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റം മുറാബഹ സിസ്റ്റമാണ്, ട്രേഡിംഗ് ഫൈനാൻസ് ആണ്. ആ ട്രേഡിംഗ് ഫൈനാൻസ് പ്രകാരം ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാർ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. അതിനുവേണ്ടി ഇസ്ലാമിക് ബാങ്കിനെ സമീപിച്ചാൽ ബാങ്ക് നേരത്തെ പറഞ്ഞതുപോലെ കടമല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. കടം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ലോൺ സാങ്ഷൻ ആയാൽ ചെക്ക് എഴുതി കൊടുക്കുക ചെയ്യാം. ഈ സ്ഥാനത്ത് ബാങ്ക് ചെയ്യുന്നത്, ബാങ്ക് ഒരു കാറിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്താൽ ബാങ്ക് കാറ് തന്നെയാണ് അവന് കൊടുക്കുന്നത്. ആ ബാങ്ക് വാങ്ങിച്ചിട്ട് അതിലൊരു ലാഭവും കൂടി കുത്തിയിട്ട് സാറിന് കൊടുക്കുന്നു. സാറിന് നമ്മൾ റീറ്റെയിൽ കടകളിൽ അങ്ങനെയാണല്ലോ, അവർ ഹോൾസെയിലറിൽ നിന്നോ മാനുഫാക്ചറിൽ നിന്നോ സാധനം വാങ്ങിക്കുന്നു, അതിൻ്റെ ഒരു ലാഭമായ ഒരു സാധനം അതിൽ കുത്തുന്നു, വിൽക്കുന്നു. അപ്പോൾ വിൽപ്പന വാങ്ങൽ എന്ന കച്ചവടം രീതിയാണ് മുറാബഹയിലുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി ബാങ്കിനെ സമീപിച്ചാൽ മുറാബഹ സിസ്റ്റമാണ് കൊടുക്കുക. ആ സിസ്റ്റം വളരെ വിപുലമായി നടക്കുമ്പോൾ പലിശരഹിതമായ സാഹചര്യം വരുന്നതിൻ്റെ രീതി, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കൊറോള കാർ, ആ കാറ് വാങ്ങാൻ വേണ്ടി ലോണിന് വേണ്ടി ഡീലറുടെ അടുത്ത് എന്നാൽ 15 ലക്ഷം രൂപ എന്ന് വിചാരിക്കാം. ആ 15 ലക്ഷം രൂപ ഡീലറുടെ അടുത്ത് എന്നാൽ സാറിന് പലിശ ബാങ്കിൽ ചെന്നാൽ 15 ലക്ഷം രൂപ ലോൺ തരുന്നു. അത് കൊടുത്തിട്ട് 5 കൊല്ലോ 3 കൊല്ലോ കൊണ്ട് അടച്ച് ഒരു 17-18 ലക്ഷം രൂപയാവും പലിശ ഉൾപ്പെടെ. അങ്ങനെ തിരിച്ച് സാവകാശം അടക്കുന്നു. ഇസ്ലാമിക് ബാങ്കിനെ സമീപിക്കുമ്പോൾ ബാങ്ക് എന്താ ചെയ്യുക വെച്ചാൽ ഇത് സ്വീകരിച്ചുകൊണ്ട് ബാങ്കിൻ്റെ മുറാബഹ സംവിധാനത്തിൽ എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും പേരുകളും ഡീറ്റെയിലും എല്ലാം ബാങ്കിൻ്റെ ലിസ്റ്റിലുണ്ടാകും. അപ്പോൾ ബാങ്ക് അവരിൽ നിന്ന് ഒരു മെറ്റീരിയൽ റിക്വസ്റ്റ് നടത്തുകയാണ്. ഉദാഹരണം ഇപ്പോൾ ഇങ്ങനെ ഒരു കാറിന് ആവശ്യം വന്നു, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിന് ആവശ്യം വന്നു. അത്തരം സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളോട് ബാങ്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ ബാങ്കിൻ്റെ മെറ്റീരിയൽ റിക്വസ്റ്റ് കാത്തുകൊണ്ട് ഈ ഉൽപ്പാദകരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ബാങ്കിൻ്റെ കൂടുതൽ മെറ്റീരിയൽ റിക്വസ്റ്റ് വരുന്നുള്ളത് കൊണ്ട് തന്നെ ബാങ്കുകൾ സാധാരണ മാനുഫാക്ചേഴ്സുമായിട്ട് തന്നെ കരാറുണ്ടാക്കുകയാണ് ചെയ്യുക കൂടുതലായിട്ടും. അപ്പോൾ കാർ മാനുഫാക്ചറുമായിട്ടുണ്ടാക്കുന്ന കരാറായതുകൊണ്ട് കാർ മാനുഫാക്ചറിൽ നിന്നും ബാങ്ക് നേരിട്ട് വാങ്ങുകയാണ്. അപ്പോൾ സാധാരണ ഡീലർക്ക് കൊടുക്കുന്ന വിലക്ക് ആണ് കൊടുക്കുക. ബാങ്ക് എന്ത് ചെയ്യും, അതിൽ ഡീലർക്ക് ഒത്തുന്ന അതേ വില തന്നെ കൂട്ടിയിട്ടിട്ടാണ് കൊടുത്താൽ ബാങ്കിന് സംബന്ധിച്ചുള്ള വിഷയമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡീലർ കറണ്ട് വില അനുസരിച്ച് 15 ലക്ഷത്തിനാണ് വിൽക്കുന്നത്. ബാങ്കിൽ ഒരാളൊരു കാറിന് ആവശ്യപ്പെട്ടു, ബാങ്ക് വേഗം അതിൻ്റെ മാനുഫാക്ചറോട് അതിൻ്റെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാനുഫാക്ചർ കൊണ്ടുവന്ന് കാർ കൊടുക്കുകയാണ്. അതെന്ത് വില കൊടുക്കും? 15 ലക്ഷത്തിനല്ല കൊടുക്കുന്നത്, മാനുഫാക്ചർ നേരിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഡീലറുള്ള കമ്മീഷൻ ഒഴിവാകുന്നതുകൊണ്ട് ബാങ്കിന് അത് അനുസരിച്ച് കുറച്ചാണ് കൊടുക്കുക. 15 ലക്ഷം വിലയുള്ളത് ഒരു 13 ലക്ഷത്തിന് കൊടുക്കുന്നു. ബാങ്ക് എന്ത് ചെയ്യും? നിലവിൽ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 15 ലക്ഷമാണ്. 15 ലക്ഷത്തിന് ബാങ്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ 2 ലക്ഷം അവിടെ തന്നെ ലാഭം ഉണ്ടായി നടക്കും. ഈ രീതിയിൽ നമ്മൾ ചിലപ്പോൾ മാർജിൻ ഫ്രീ സിസ്റ്റമൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ഈ രീതിയിൽ മുറാബഹ സിസ്റ്റം, ഇതിൽ പലിശരഹിത സംവിധാനം ട്രേഡിംഗ് ഫൈനാൻസ് സിസ്റ്റമാണ്. ഇത് വളരെ വ്യാപകമായി പലിശരഹിത ബാങ്കിൽ നടക്കും. ഈ വ്യവസ്ഥ അനുസരിച്ച് ബിൽഡിങ്ങിന് വന്നാലും ഇതേ രീതിയിലാണ് കൊടുക്കുക. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ബിൽഡിംഗ് പണിയാൻ വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ ആ മെറ്റീരിയൽ ഐറ്റത്തിനും സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങിച്ചിട്ടാണ് ബാങ്ക് കൊടുക്കുക. ആ രീതിയാണ് ശരിക്കും മുറാബഹയിലുള്ളത്. ആ മുറാബഹ സിസ്റ്റം പ്രകാരം പലിശരഹിത സംവിധാനത്തിൽ പലിശയ്ക്ക് പകരം ആസ്തിയായി എന്ത് സാധനം ചോദിക്കുന്നു അത് ബാങ്ക് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ദെൻ കം ടു മുഷാരക്ക. മുഷാരക്ക എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പാണ്. ഇതിൽ ജോയിൻറ്റ് വെഞ്ചർ, ഇക്വിറ്റി ഫൈനാൻസ്, ഷെയർ സിസ്റ്റം, വർക്കിംഗ് ക്യാപിറ്റൽ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ എല്ലാ ഐറ്റവും ഈ മുഷാരക്ക സിസ്റ്റത്തിൽ വരും.
അപ്പോൾ സാധാരണ നമ്മൾ ലോൺ കൊടുക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനാൻസിങ്, ട്രേഡ് ഫൈനാൻസിങ്, ലീസിംഗ് എന്ന് പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനാൻസിങ്ങിൽ വരുന്ന ഒരു ഇനമാണ് മുഷാറക്ക, ഷിർക്കത്ത്, പാർട്ട്ണർഷിപ്പ് സിസ്റ്റമാണ്. ഈ പറഞ്ഞതുപോലെ ഇക്വിറ്റി ഫൈനാൻസും ഷെയർ സിസ്റ്റവും ഇതെല്ലാം ഇതിൽ നടക്കുന്നതാണെന്നർത്ഥം. ഇത് സാധാരണ നമ്മൾ കാണുന്നത് പോലെയുള്ള പാർട്ട്ണർഷിപ്പ് സിസ്റ്റം, സാധാരണ കമ്പനികൾ കാണുന്നുള്ള ഷെയർ സിസ്റ്റം, ഇതിലൊന്നും പലിശയുടെ രീതി കാണുന്നില്ല. അതുകൊണ്ട് നഷ്ടങ്ങളിലാണ് വിഹിതം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ ക്ഷേമകരമായ രീതിയിൽ കാര്യങ്ങൾ നടക്കും. ഈ പ്രത്യേകിച്ച് ഇക്വിറ്റി ഫൈനാൻസ്, ഷെയർ സിസ്റ്റം ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇസ്ലാമിക മുഷാറക്ക സിസ്റ്റത്തിൽ ഒരു പ്രധാനമായൊരു 3 ഇനങ്ങൾ കൂടി ഷിർക്കത്തിൽ വരുന്നുണ്ട്. ഷിർക്കത്തുൽ വുജൂഹ് എന്ന് പറഞ്ഞിട്ട് പാർട്ട്ണർഷിപ്പ് ചേർക്കുമ്പോൾ ഒരു പാർട്ട്ണർക്ക് പണം തന്നെ വേണമെന്നില്ല. ഒരു പാർട്ട്ണർക്ക് നല്ലൊരു ബിസിനസ് നടത്തിയ ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ കയ്യിലുണ്ടെങ്കിൽ ആ ഗുഡ്വിൽ ഷെയറാക്കി കൊടുത്തു വേണമെങ്കിലും മുഷാറക്കയിൽ ചേരാം. അപ്പോൾ അവനൊരു പാർട്ട്ണർഷിപ്പ് അങ്ങനെ ആകാം. ഈ പറയപ്പെട്ട പാർട്ട്ണർഷിപ്പിലോ ജോയിൻറ്റ് വെഞ്ചറിലോ ഇക്വിറ്റി ഫൈനാൻസിലോ എല്ലാം അവനെ അംഗമാക്കാം. അവൻ ആ ഗുഡ്വിൽ കൊടുത്താൽ മതി. അതുകൊണ്ട് ഷിർക്കത്തുൽ വുജൂഹ് എന്ന് പറഞ്ഞിട്ട് ഗുഡ്വിൽ കൊടുത്തുകൊണ്ടും ഷെയർ ചേരാം. ഷിർക്കത്തുൽ അമൽ എന്ന് പറഞ്ഞിട്ട് സർവീസ്, ഒരാൾക്ക് ചില സർവീസ് ചെയ്യാനുള്ള നോളജ് ഉണ്ട്, അയാൾ അതിന് മിടുക്കനാണെങ്കിൽ അത് അയാൾക്ക് ഷെയറായി കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ ഇത് ബിസിനസ്സിൽ പങ്കാളിയാകാം. അതിന് ഷിർക്കത്തുൽ അമൽ എന്ന് പറയും. പിന്നെ ഷിർക്കത്തുൽ അഖദ് എന്ന് പറഞ്ഞ് ട്രേഡിൽ പ്രാവീണ്യതയുള്ള ആളുകൾ, ഉദാഹരണത്തിന് എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ് നടത്തുമ്പോൾ കുറേ ഫോർമാലിറ്റീസുകളുണ്ട്. ഈ വിഷയത്തിൽ എക്സ്പെർട്ടായ ആൾക്കാണ് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. അത്തരം കഴിവുള്ളൊരു വ്യക്തിക്ക് ഒരു ബിസിനസ് പങ്കാളിത്തത്തിൽ ആകാം. മുഷാറക്കയുടെ ഒരു ഇനമായി അങ്ങനെ വേണമെങ്കിൽ ചേരാവുന്നതാണ്. ഇത് ഏകദേശം മുസ്ലിം ഇസ്ലാമിക് ബാങ്കിങ് സംവിധാനത്തിൽ 75% മുഷാറക്കയിൽ ബിസിനസ് നടക്കുന്നതായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. നെക്സ്റ്റ് അടുത്തതിലേക്ക് ഞാൻ നീങ്ങുകയാണ്. ഇജാറ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടും. ഇജാറ മുന്തഹിയ ബി തംലീഗ് എന്നാണ് അതിന് അറബിയിൽ പറയുന്നത്. ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയാണ് പറയുക. ലീസിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ തന്നെ പറയുക. ഈ ലീസിംഗ് മെത്തേഡ് അതിൻ്റെ രണ്ടാമത്തെ ഇനമായി ട്രേഡിംഗ് സിസ്റ്റത്തിലാണ്. ലോൺ കൊടുക്കുന്നതിന് 3 മെത്തേഡുകൾ പറഞ്ഞതിൽ രണ്ടാമത്തെ ഇനമായി ട്രേഡിംഗ് മെത്തേഡിൽ വരുന്നതാണ് ഇജാറ എന്ന് പറയുന്ന സിസ്റ്റം. ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് ഒരു 100 കോടി രൂപയുടെ ഒരു മെഷീൻ വേണം. സാധാരണത്തിൽ പലിശ ബാങ്കുകളെ സമീപിച്ചാൽ ബാങ്കിൽ ഇതിന് അപേക്ഷ കൊടുത്ത് ബാങ്ക് അതിൻ്റെ ഇൻവോയ്സ് മേടിച്ച് അതിന് ലോൺ ആ കമ്പനിക്ക് ചെക്കായി കൊടുത്തിട്ട് പിന്നെ ഇവരിൽ നിന്ന് പലിശയും മുതലും ഇങ്ങനെ ഈടാക്കുക ചെയ്യുക. ഇസ്ലാമിക ബാങ്കിങ് സിസ്റ്റത്തിൽ ഇജാറ ഇതിൽ ഒരു മെഷീൻ ഒരാൾക്ക് വേണമെങ്കിൽ, നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്, ഒരു മെഷീൻ വേണം. ബാങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ ഏത് മെഷീനാണോ എന്താണോ അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്താൽ ബാങ്ക് തന്നെ ആ മെഷീൻ ആ ഉൽപ്പാദകരിൽ നിന്നും പർച്ചേസ് ചെയ്യാണ്. പർച്ചേസ് ചെയ്തിട്ട് ബാങ്ക് തന്നെ അവിടെ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു. ബാങ്ക് തന്നെ അതിൻ്റെ റിപ്പയർ ചെയ്യുകയും ചെയ്യും. എല്ലാം ബാങ്കിൻ്റെ ഉടമയിൽ നിൽക്കുന്നു. ഈ മുതൽ ഉണ്ടാകും, അല്ലെങ്കിൽ ബിസിനസ് സംരംഭകൻ അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ ഇതിനൊരു വാടക നിശ്ചയിച്ചിട്ടുണ്ട്, ആ വാടക കൊടുത്താൽ മതി. വളരെ സൗകര്യമാണ്. കാരണം സാധാരണ ബാങ്കിനെ സമീപിച്ചാൽ ഇൻവോയ്സ് കൊടുത്ത് അവിടുന്ന് സാധനം വരുത്തിച്ച് വീട് വന്നാൽ പലിശയും മുതലും ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. ഈ സ്ഥാനത്ത് ഇവരൊന്നും അറിയണ്ട, ബാങ്ക് തന്നെ നേരിട്ട് അവിടെ ആ മെഷീൻ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. അതിന് റിപ്പയർ വന്നാൽ അതും ചെയ്യും, എല്ലാം ചെയ്യും. അതിന് ഒരു നിശ്ചിത നാൾ വരെ ഈ വാടക കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 5-10 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ എടുത്തിട്ട് അത്രയും ആ പൈസ ബാങ്കിൽ അടച്ചാൽ ഇവനിത് സ്വന്തമാക്കുകയും ചെയ്യാം. വളരെ എളുപ്പത്തിൽ നടക്കാവുന്ന ഒരു മെത്തേഡാണ് ഇജാറ മുന്തഹിയ ബി തംലീഗ് എന്ന് പറഞ്ഞ ലീസിംഗ് സിസ്റ്റം. ഇത് ഇസ്ലാമിക് ബാങ്കിലെ ഒരു സംവിധാനമാണ്. അടുത്തത് ബൈ മുഅജ്ജൽ എന്ന് പറഞ്ഞിട്ട് ഡിഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റം. സാധാരണ കാർഷിക മേഖലയിലാണ് ഈ സംവിധാനം കൂടുതൽ കാണുന്നത്. മുഅജ്ജൽ സിസ്റ്റം കാർഷിക മേഖലയിലാണ്. നമുക്കറിയാം, വയനാട് പ്രദേശങ്ങളിലെല്ലാം കർഷകർ കടം വാങ്ങിച്ചിട്ട് കൃഷി നശിച്ചു പോയിട്ട് കർഷകരെല്ലാം കടക്കണി കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇസ്ലാം ബാങ്ക് നിലവിലുള്ളവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ല. അവിടെ ബൈ മുഅജ്ജൽ സിസ്റ്റം പ്രധാനമായും ഡിഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും കാർഷിക മേഖലയാണ് ഉദാഹരണമായി നമുക്ക് എടുക്കാവുന്നത്. കാർഷിക മേഖലയിൽ കൃഷി ഇറക്കുന്നതിന് വേണ്ട എല്ലാ മെറ്റീരിയലും, ഒരാൾക്ക് സ്ഥലമുണ്ട്, കൃഷി നടത്താൻ വേണ്ടി അയാൾ വരികയാണ്, അയാൾക്ക് പിന്നെ വിത്ത് വേണം, അതിൻ്റെ ഇംപ്ലിമെൻറ്റ്സ് വേണം, ഇതെല്ലാം ബാങ്ക് തന്നെ കൊടുക്കും. ബാങ്ക് കൊടുത്തതിന് ശേഷം വർഷത്തിലൊരിക്കൽ ഈ ഉണ്ടായ വിളവ് എടുത്തിട്ട് അതിന് വാല്യൂ നിശ്ചയിച്ച് അതിലൊരംശം കർഷകന് കൊടുക്കും, ബാക്കി ബാങ്കിൻ്റെ ചിലവിലേക്ക് ബാങ്ക് കൊടുക്കും എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി സംശയിക്കാവുന്നത്, ഇങ്ങനെ ലോൺ എടുത്തൊരാൾ കൃഷി ഒരു പ്രകൃതിക്ഷോഭം കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അപ്പോൾ എന്ത് ചെയ്യും, കടമാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിഷയമില്ല.
നേരത്തെ മുറാബയിൽ നമ്മൾ പറഞ്ഞ വിഷയത്തിലും ആളുകൾക്ക് സംശയം വരാം. മുറാബ അസിസ്റ്റൻസ് ഒരാൾ കാറ് ലോൺ എടുത്തു, ഇടയ്ക്ക് അടക്കാതെ വന്നാൽ എന്ത് ചെയ്യും? സാറിന് ആളുകൾ ചോദിക്കാറുണ്ട്. ഇടയ്ക്ക് അടക്കാതെ വന്നാൽ ഒരു വിഷയമില്ല, ബാങ്ക് ആ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് അപ്പോഴത്തെ വിലക്ക് വെക്കും. ഇപ്പോൾ മുറാബ അസിസ്റ്റൻസ് വെച്ച് തന്നെ ഒരാൾ 15 ലക്ഷത്തിൻ്റെ ഒരു കാർ എടുത്തു, 10 ലക്ഷം അയാൾ അടച്ചു, പിന്നെ അയാൾക്ക് അടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സാഹചര്യം വന്നാൽ ബാങ്ക് ആ വണ്ടി കൊണ്ടുപോയാണ്. ബാങ്കിന് ഒരു റീസെയിൽ കൗണ്ടർ ഉണ്ടാവും, വീണ്ടും വിൽപ്പനയ്ക്ക് വെക്കും. അങ്ങനെ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ ബാങ്കിന് ഇയാൾ 10 ലക്ഷം അടച്ചു, ഇനി 5 ലക്ഷം കൊണ്ടാണ് അടക്കേണ്ടത്. ആ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അവിടെയും വളരെ നീതി ബാങ്ക് ചെയ്യുന്നുണ്ട്. വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ ഈ കാറ് ഒരു 6 ലക്ഷത്തിന് വിറ്റു എന്ന് വിചാരിച്ചോ. അപ്പോൾ 10 ലക്ഷം ഇയാൾ അടച്ചതും 6 ലക്ഷത്തിന് വിറ്റപ്പോൾ 16 ലക്ഷമായി. കരാർ അനുസരിച്ച് 15 ലക്ഷമാണ് ഇയാൾക്ക് കിട്ടേണ്ടത്. അങ്ങനെ വന്നാൽ ബാങ്ക് അവിടെ നീതി ചെയ്യും, ആ 1 ലക്ഷം രൂപ ഇയാൾക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കും. ഇനി സപ്പോസ് 10 ലക്ഷം അടച്ചു, 15 ലക്ഷം അടക്കേണ്ടതാണ്, 5 ലക്ഷം അടക്കാനിരിക്കെ റീസെയിലിൽ വിറ്റത് 4 ലക്ഷത്തിനാണ് വിറ്റെന്ന് വിചാരിക്കാം. അപ്പോൾ ബാങ്കിനെ വെച്ചുള്ള 1 ലക്ഷം നഷ്ടമാണ്. ആ നഷ്ടം ബാങ്ക് അതിൻ്റെ ഇതിൽ എഴുതി തള്ളും, അല്ലാതെ ഇയാളുടെ അതിന് പിന്നെ വസൂലാക്കില്ല എന്നർത്ഥം. അപ്പോൾ അതിന് കാരണം നോക്കും, ഇയാളുടെ കാരണം കൊണ്ടാണോ അടക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ മനഃപൂർവ്വമാണോ തട്ടിപ്പാണോ എന്നൊക്കെ നോക്കും. അതൊക്കെ ഒബ്സർവർ നോക്കി വിവരം പറയും, അതനുസരിച്ച് ബാങ്ക് ചെയ്യും. ഇതേ രീതിയിൽ കൃഷി മേഖലയിൽ കൃഷിക്കാരൻ്റേതല്ലാത്ത കാരണം കൊണ്ട്, ഒരു പ്രകൃതിക്ഷോഭം കൊണ്ടോ മറ്റോ കൃഷി നശിച്ചു പോയാൽ അവിടെ പണം തിരിച്ചടക്കുന്നതിൻ്റെ വിഷയത്തിൽ ബാങ്ക് അവിടെ ചെയ്യുന്നത്, ബാങ്കിന് 7ാമതൊരു ടൂളുണ്ട്, കർള് ഹസൻ എന്ന് പറയും. 6ാമത്തെ ടൂൾ ഞാൻ പറഞ്ഞിട്ടില്ല. 7ാമത്തേലേക്ക് വരുന്നത് ഒരു വെൽഫെയർ ആയിട്ടുള്ള ടൂളാണ്. കർള് ഹസൻ എന്ന് പറഞ്ഞൊരു ഒരു 7ാമതൊരു ടൂളുണ്ട്. ഈ ടൂളിൽ ഉപയോഗിക്കുന്നത് സാധാരണ ബെനവലൻ്റ് ലോൺ, ചെറിയ സ്മോൾ ലോൺസ് ഒക്കെ കൊടുക്കുന്നതാണ്. കൂട്ടത്തിൽ ഒരാളൊരു ലോൺ എടുത്തിട്ട് അതിൻ്റെ തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ, അയാളുടേതല്ലാത്ത കാരണമാണെന്ന് ഒബ്സർവർ റിപ്പോർട്ട് നൽകിയാൽ, അത്തരം സാഹചര്യങ്ങളിൽ അയാൾ രക്ഷപ്പെടുത്താൻ വേണ്ടി വീണ്ടും ഒരു ലോൺ കൊടുക്കുന്ന സംവിധാനം ഈ കർള് ഹസനിലുണ്ട്. അപ്പോൾ കർഷകൻ കൃഷിക്ക് വേണ്ടി പണം എടുത്തു, ബിസിനസ് കൃഷി നശിച്ചു പോയി, അയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റാതെ വന്നാൽ ഈ കർള് ഹസനിൽ നിന്ന് വീണ്ടും ലോൺ കിട്ടും. അപ്പോൾ അവിടെ ഒരു ശരിക്കും മനസാക്ഷിയുടെ വിഷയം കൊണ്ട് ഈ കർഷകൻ വിചാരിക്കുന്നത്, ഞാനിങ്ങനെ നഷ്ടത്തിലിരിക്കുന്ന സന്ദർഭത്തിലും വീണ്ടും എനിക്ക് പൈസ അടക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും കൊണ്ട് ലോൺ തരുന്നു. ഇത് ലോകത്ത് ഒരു സാമ്പത്തിക സംവിധാനത്തിലുമില്ല. ഒരാൾക്ക് ലോൺ കൊടുത്തിട്ട് തിരിച്ചെടുക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു ലോൺ കൊടുക്കുക, അയാളെ ഒന്നും കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ. ഈ രീതിയിൽ ഈ കർഷകൻ അവൻ്റേതല്ലാത്ത കാരണം കൊണ്ടാണെങ്കിൽ വീണ്ടും ഒരു ലോൺ കൊടുത്ത് അവന് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വസ്തുതയുള്ളത്, ഈ കർഷകൻ ഇത്തരം സാഹചര്യത്തിൽ ലോൺ തന്നുകൊണ്ട് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്ത് അവൻ രക്ഷപ്പെടണം, ഈ ബാങ്കിൻ്റെ പൈസ അടക്കണം എന്നുള്ളൊരു മനസ്സാക്ഷിയുടെ വിഷയമായി അവൻ കണക്കിലെടുക്കും. അത് തിരിച്ചെടുക്കാൻ മാക്സിമം അവൻ ശ്രമിക്കും. സപ്പോസിന് ഏതെങ്കിലും കാരണവശാൽ അവന് പറ്റിയില്ല എന്ന് വെച്ചോ, അതിനുവേണ്ടി ഒരു കൊളാട്ടറൽ സെക്യൂരിറ്റി ഒന്നുമില്ല, അതിനുവേണ്ടി അവന് പിടിക്കുകയില്ല. ചിലപ്പോൾ ആ പൈസ കൊണ്ട് അവന് പോവുകയും ചെയ്യും, അത് ബാങ്ക് എഴുതി തള്ളുകയും ചെയ്യും. കർള് ഹസൻ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതാണ് 7ാമത്തെ ടൂൾ പറഞ്ഞത് മാത്രം. പക്ഷേ 6ാമത്തെ ഒരു ടൂളുണ്ട്, ബൈ സെലം എന്ന് പറഞ്ഞ് അഡ്വാൻസ്ഡ് പേയ്മെൻറ്റ് അഥവാ ഫോർവേഡ് ബൈയിങ് എന്നാണ് അതിന് പറയുക. ഫോർവേഡ് ബൈയിങ് എന്ന് പറയുന്നത്, ചില പ്രോഡക്റ്റുകളും ചില മെറ്റീരിയലും ചില കമ്പനികൾ നടത്തുമ്പോൾ അവർക്ക് അത്തരം ചില മെഷീനോ സാധനങ്ങളോ വാങ്ങിക്കണമെങ്കിൽ മുൻകൂർ പണം കൊടുത്താലേ അത്തരം സാധനങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ലോൺ ആയി പണം കൊടുക്കുന്ന സംവിധാനം ഇസ്ലാമിക് ബാങ്കിൽ ഇല്ലതാനും. ഇത്തരം സാഹചര്യങ്ങളിൽ ബാങ്കിനെ സമീപിക്കുമ്പോൾ അത്തരം പ്രോഡക്റ്റുകൾക്ക്, അത്തരം മെറ്റീരിയലുകൾക്ക് ബാങ്ക് തന്നെ മുൻകൂർ പണം അവർക്കടക്കും. എന്നിട്ട് അതിൽ എഗ്രിമെൻ്റ് ഉണ്ടാവും, അപ്പോഴത്തേതനുസരിച്ചുള്ള കരാർ പ്രകാരമായ വില. ആ വില എഗ്രിമെൻറ്റ് ചെയ്തുകൊണ്ട് മുൻകൂർ പണമടച്ച്, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് ഒരു മെഷീൻ ടൂൾ വേണം, അത് വേറെ ഏതൊരു കമ്പനിയിൽ നിന്ന് കിട്ടണം, അത് റെയർ ഉൽപ്പന്നമായതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ പൈസ കൊടുത്താലേ കിട്ടുള്ളൂ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പണം കൊടുക്കുക എന്നുള്ളത് ബാങ്കിങ് സംവിധാനത്തിൽ പണമായിട്ടല്ല കൊടുക്കുള്ളൂ, മെറ്റീരിയലാണല്ലോ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ബാങ്കിനെ സമീപിച്ചാൽ ബൈ സെലം അനുസരിച്ച് ബാങ്ക് എന്ത് ചെയ്യും, ഇതിനുള്ള പണം ആ കമ്പനിയിൽ കൊണ്ടുപോയി അടച്ച്, മുൻകൂറായി അടച്ച്, അതിൻ്റെ ആ മെഷീൻ ടൂൾ ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും. അപ്പോൾ അതൊക്കെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ വിലയിൽ മാറ്റം വരുത്താൻ പാടില്ല, അങ്ങനെ തുടങ്ങിയ ചില കരാറുകളൊക്കെ ഉണ്ട്. ആ രീതിയിൽ ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം അഥവാ ഫോർവേഡ് ബൈയിങ് സിസ്റ്റമാണ് ബൈ സെലം. ഇങ്ങനെ 7 തരം ടൂളുകൾ ഇസ്ലാമിക് ബാങ്കിലുണ്ട്. ഇത് ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ വലിയൊരു മേന്മയാണ്. അപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ പലിശ ബാങ്കുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയപ്പെടുന്ന വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും, സാധാരണ കൺവെൻഷണൽ ബാങ്കുകൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഫൈനാൻസിങ്, കൺസ്യൂമർ ഫൈനാൻസിങ്, വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ്, ഇമ്പോർട്ട് ട്രാൻസ്ഫർ, ചെക്സ്, ഡ്രാഫ്റ്റ്, ബിൽ കളക്ഷൻ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ലോക്കർ ഫെസിലിറ്റി, ഇതെല്ലാം ഇസ്ലാമിക് ബാങ്കിങ്ങിലും കൺവെൻഷണൽ ബാങ്കിലും ഒരേപോലെയാണ് നടത്തും. ഇതിനൊന്നും ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഇസ്ലാമിക് ബാങ്കിങ്ങും പലിശ ബാങ്കുകളും തമ്മിൽ പറഞ്ഞാൽ, പ്രധാനമായും ഇസ്ലാമിക് ബാങ്കിൽ പ്രോഫിറ്റ് ലോസിനെ ബേസ് ചെയ്ത് നിൽക്കുന്നു, പലിശ ബാങ്കുകൾ പലിശയാണ് ആധാരമാക്കുന്നത്.
പിന്നെ കടം ക്രിയേറ്റ് ചെയ്യുക ഇസ്ലാമിക് ബാങ്കിൻ്റെ സംവിധാനത്തിലില്ല, പകരം അസറ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുക. സേവിങ് കറണ്ട് അക്കൗണ്ട് ഇസ്ലാമിക് ബാങ്കിലും കൺവെൻഷൻ ബാങ്കിലും ഒരുപോലെ തന്നെയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്ഥാനത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നതാണ് പലിശരഹിത ബാങ്കിലുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കും ഈ മുതലുടമയും തമ്മിൽ രണ്ട് തരം കരാറുകൾ ഒപ്പിടുന്നതാണ്. നിശ്ചിത ബാങ്ക് അവൻ്റെ അക്കൗണ്ടിൽ വരുന്ന ലാഭം ഇത്ര ശതമാനം നിങ്ങൾക്ക് കമ്മീഷൻ കഴിച്ച് തരും എന്ന് പറയുന്ന ഒരു കരാറും അതിൽ ഇഷ്ടമുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബാങ്കിന് ഒരു പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നതുമാണത്. അത് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മേഖല ഒബ്സർവറുടെ സാന്നിധ്യത്തിൽ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതാണ് പ്രധാനമായ വ്യത്യാസമെങ്കിൽ. പിന്നെ ടൂൾസിൻ്റെ ഇതിൽ പലിശ ബാങ്കുകൾക്ക് ഒറ്റ ടൂളേ ഉള്ളൂ. എന്നാൽ പലിശരഹിത ബാങ്കുകൾക്ക് 7 ടൂൾസ് നമ്മളിപ്പോൾ വിശദീകരിച്ച രീതിയിലുണ്ട്. അതാണ് നമ്മൾ മുലാറബയും മുറാബയും മുഷാരക്കയും ഇജാറ മുന്തഹിയ പറഞ്ഞതു, ബൈമു അജ്ജൽ, ബൈസലം, ഖർൽ ഹസൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 7 ടൂളുകൾ. എത്ര മനോഹരമാണ് ഈ മെത്തേഡുകൾ ലോകത്ത് ആവിഷ്കരിച്ചാൽ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ലോകത്ത് ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ വികസനം കണക്കിലെടുത്താൽ 20 മുതൽ 30% വരെയും ഇതിൻ്റെ ഗ്രോത്ത് ലോകത്തിറക്കപ്പെടുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ് ജിദ്ദ അവരുടെ അഭിപ്രായത്തിൽ അവരുടെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 20-നും 30% ഇടയിൽ ഈ ഇസ്ലാമിക് ബാങ്ക് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 315ഓളം സ്ഥാപനങ്ങൾ ലോകത്തുണ്ട്. 75ഓളം രാജ്യങ്ങളിൽ ഇത് സ്ഥാപിച്ചിരിക്കുന്നു, നടപ്പിലാക്കുന്നുണ്ട് ഭംഗിയായി. അതിൽ 48 രാജ്യങ്ങളിൽ പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ 20-21ഓളം രാജ്യങ്ങൾ അമുസ്ലിം രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഇത് നടപ്പിലാക്കുന്നുവെങ്കിൽ ഇന്ത്യയിലുണ്ടാകുന്ന ഈ IMFൻ്റെ എല്ലാം കടക്കണി എല്ലാം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വളരെ പറ്റിയ സാഹചര്യമാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരാത്തത് ഇവിടെ പലിശ ബാങ്കിങ് ആയതുകൊണ്ടാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നിയമമെടുക്കണം, ചില റെഗുലേറ്ററി ചേഞ്ചസ് വരുത്തണം. അതുകൊണ്ടാണ് അടുത്തിടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ പറയുകയുണ്ടായി, ഈ ഇസ്ലാമിക് ബാങ്കിന് അനുവാദം കൊടുക്കാൻ റിസർവ് ബാങ്കിന് കഴിയുകയില്ല എന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നല്ല പറഞ്ഞത്. റിസർവ് ബാങ്കിന് അത് അനുവാദം കൊടുക്കണമെങ്കിൽ അതിലുള്ള റെഗുലേഷനിൽ ചേഞ്ച് വരുത്തണം. ആ ചേഞ്ച് വരുത്തുന്നത് പാർലമെൻറ്റാണ്. പാർലമെൻറ്റ് അതിൽ ചേഞ്ച് വരുത്തിയാൽ പിന്നെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർക്ക് അനുവാദം കൊടുക്കുന്നതിന് തടസ്സവുമില്ല. 1-2 വിഷയങ്ങളിലുള്ള റെഗുലേറ്ററി ചേഞ്ചസ് അതൊന്നും രാജ്യത്തിന് അപായകരമായതൊന്നുമല്ല. അത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ മുറാബയിൽ പർച്ചേസ് സെയിൽസ് ഉണ്ട്. 2 പർച്ചേസ് നടക്കുന്നത് കൊണ്ട് അതിൽ വരുന്ന രജിസ്ട്രേഷൻ്റെ ഫീസ് അങ്ങനെ തുടങ്ങിയ ചില വിഷയങ്ങളിൽ ചില നിയമ വ്യത്യാസങ്ങൾ വരുത്തണം. അത് മാത്രമാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ മാറ്റിക്കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്താൽ റിസർവ് ബാങ്കിന് അംഗീകാരം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇസ്ലാമിക് ബാങ്ക് നടപ്പാക്കാൻ കഴിയും. അല്ലാതെ ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ മിനിസ്ട്രിയിൽ ബഡ്ജറ്റിൽ തന്നെ ഇത് കൊണ്ടുവന്നിരുന്നു. അത് കൊണ്ടുവന്നത് ബാങ്കിങ് സംവിധാനത്തിൽ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന ഇതിലാണ്. ബാങ്കിങ് സംവിധാനത്തിൽ കൊണ്ടുവന്നാലേ 7 ടൂൾസും വർക്ക് ചെയ്യുള്ളൂ. നോൺ ബാങ്ക് ഇൻ്റർമീഡിയറിയായി വർക്ക് ചെയ്യുമ്പോൾ പിന്നെ മുലാറബയും പിന്നെ മുഷാരക്കയും മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ആ മേഖലയിൽ കേരളത്തിൽ ഇത് നടപ്പിലാക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായ ഡോക്ടർ തോമസ് ഐസക് അത് ബജറ്റിൽ കൊണ്ടുവരികയുണ്ടായി. പക്ഷേ അടുത്ത കാലത്തായി അതിനെക്കുറിച്ച് കൂടുതൽ ഒരു പ്രവർത്തനങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ് നടപ്പാക്കുമ്പോൾ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റായി നടപ്പാക്കാനേ കഴിയുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് വെച്ചോളം നടപ്പിലാക്കുകയാണെങ്കിൽ ബാങ്കിങ് ആയി നടപ്പാക്കാം, ഇന്ത്യയിൽ നടപ്പാക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വക സംവിധാനങ്ങൾ എല്ലാം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള കാര്യമല്ല. ഇത് നടപ്പിലാക്കിയ രാജ്യങ്ങളിൽ ഇതാണ് ജർമ്മനി ഉദാഹരണമാണ്. ഇത് ക്രിസ്ത്യൻ രാജ്യമാണ്. അവിടെ നടപ്പിലാക്കിയിട്ട് 8 കൊല്ലം കൊണ്ട് 35% അപ്പുറം ക്യാപിറ്റൽ ഫോർമേഷൻ ആക്കാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഒരു പ്രശ്നമല്ല. ഇത് നടപ്പിലാക്കുന്നതുകൊണ്ട് ഇസ്ലാമിക് ബാങ്കിങ് എന്ന പേരുണ്ടെങ്കിലും മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഇവിടെ നടപ്പിലാക്കിയുള്ളത് കൊണ്ട് കിട്ടുന്ന ഗുണം എല്ലാ ആളുകൾക്കും ഇതുകൊണ്ടുള്ള ഗുണം കിട്ടും എന്നുള്ളത് വളരെ കാര്യമാണ്. അത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ എല്ലാ നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും ലഭ്യമായതാണ്. ഏത് വിഷയം എടുത്ത് നോക്കിയാലും അതിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും ലഭ്യമാണ്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ കാലിക പ്രസക്തിയും ആ വിഷയത്തിൽ നമുക്ക് പറയാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഡിപ്രഷനും ഇൻഫ്ലേഷനും ഒരേ സമയത്ത് നേരിടാവുന്ന ഒരു മെത്തേഡ് ഇസ്ലാമിക് സാമ്പത്തിക വ്യവസ്ഥയിലെ ഈ പലിശരഹിത സംവിധാനമാണ്. ഇസ്ലാമിൽ 6000 ചില്ലാനും ഇസ്ലാമിക പരിശുദ്ധ ഖുർആനിൽ 6000 ചില്ലാനും ആയത്തുകൾ ഉള്ളപ്പോൾ അതിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നു 1500ഓളം ആയത്തുകൾ ഈ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ 1500ഓളം ആയത്തുകൾ ഇതുമായി ബന്ധപ്പെടുന്നു പറഞ്ഞാൽ
അതിൻ്റെ വിശദീകരണമായ ഹദീസും കൂടി എടുത്താൽ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് ലോകത്തെ കിടിലം കൊള്ളിക്കുന്ന ഒരു സാമ്പത്തിക നയമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിൻസ്റ്റൺ ചർച്ചിൽ ഈ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പ്രകാരം പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ 1500 ആയത്തുകൾ നമ്മൾ പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഒരു സൂക്തം അൽ ബക്കറയിൽ 282 പറയുന്ന ആയത്ത് തന്നെ ഏറ്റവും വലിയൊരു ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ആ ആയത്ത് പറയുന്നത് തന്നെ ഈ ഇടപാടുകളെക്കുറിച്ചാണ്, കടം വാങ്ങുമ്പോൾ ചെയ്യേണ്ട മാർഗ്ഗങ്ങൾ. അപ്പോൾ ബാങ്കിൻ്റെ തന്നെ ഒരു സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും വലിയ ആയത്ത് പരിശുദ്ധ ഖുർആനിലുള്ളത് സൂറത്തുൽ ബക്കറയിലെ 282 ആയത്ത് തന്നെ. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായന്തും ബിദൈനിൻ എന്ന് തുടങ്ങുന്ന ആ സൂക്തം ഏറ്റവും വലിയ സൂക്തമാണ്. അതിൽ സത്യവിശ്വാസികളെ ഒരു നിശ്ചിത അവധി വെച്ചുകൊണ്ട് നിങ്ങൾ അന്യോന്യം വല്ല കടമിടപാടുകൾ നടത്തിയാൽ നിങ്ങൾ അത് എഴുതി വെക്കേണ്ടതാണ് എന്ന് പറയുന്ന ആ കോൺട്രാക്റ്റ്, കരാറ്, ആ അക്കൗണ്ടിങ് നേച്ചർ, ഇതിനെക്കുറിച്ചാണ് ഈ ഏറ്റവും വലിയ ആയത്ത് തന്നെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി ഏറ്റവും ലോകത്ത് ബൃഹത്തായതാണ്, ലോകത്ത് പ്രായോഗികമായതാണ്. അത് നടപ്പാക്കുന്നത് കൊണ്ട് പീസ്, പ്രോസ്പിരിറ്റി ആൻഡ് പ്രോഗ്രസ് ഒരു രാജ്യത്ത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് വിൻസ്റ്റൺ ചർച്ചിലിനെ പോലെയുള്ള സംഗതി യുദ്ധക്കൊതിയനായ ആളാണെങ്കിലും വളരെ വായനപ്രിയനായ ആളാണ്, ചിന്തകനാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടതും പിൽക്കാലങ്ങളിൽ ഇബ്നു ഖൽദൂൻ പോലെയുള്ള മഹത്തുക്കൾ എഴുതി വെച്ച സംവിധാനത്തെ ലോകത്ത് പുനരാവിഷ്കരിച്ചുകൊണ്ട് എക്കണോമിക്സിൻ്റെ ഫാദറായി ലോകത്ത് ചമയുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പ്രൊഫസർ ഹിറ്റി പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനായി ആണ് രംഗത്ത് വന്നത്. പിന്നീട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചരിത്രം എഴുതി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ച് ചരിത്രം എഴുതിയപ്പോൾ മുസ്ലിം രാജ്യങ്ങളെക്കുറിച്ച് മാത്രം പഠിച്ചു. ആ പഠിച്ചതിൽ നിന്ന് അദ്ദേഹത്തിന് മുസ്ലിം തത്വസംഹിതയെക്കുറിച്ച് അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹത്തിന് കിട്ടിയ ഒരു യാഥാർത്ഥ്യം, അദ്ദേഹം തൻ്റെ കുറിപ്പ് ചരിത്രം എല്ലാം എഴുതി അവസാനിപ്പിച്ചുകൊണ്ട് അവസാനമായി അദ്ദേഹം എഴുതി. 1936 അദ്ദേഹം മരിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം എഴുതി. അദ്ദേഹം പറയുന്നത്, there is no equal status in eminence in history while considering the eminence of the early 3 centuries in Islam. ഇസ്ലാമിൻ്റെ ആദ്യകാല 3 നൂറ്റാണ്ടുകളിലുണ്ടായ പ്രതിപാദനരായ ആളുകൾ ലോകത്ത് കൊടുത്ത സംഭാവനകളെ വെല്ലുന്ന രീതിയിൽ ഒരു പ്രാഗൽഭ്യത കാണിക്കാൻ ഇന്നേ വരെ ലോകത്ത് ഒരു വിഭാഗത്തിനും ഒരു വ്യക്തിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പ്രൊഫസർ ഹിറ്റി, ക്രിസ്ത്യാനിയായ ഒരാളാണ്. അദ്ദേഹം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ച് എഴുതിയ ചരിത്രത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് എഴുതിയെങ്കിൽ ഇസ്ലാമിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമില്ല. അത് ഏതേത് വിഷയം, ഒരു മനുഷ്യപ്പട്ടി ഉണ്ടായി 1989. അതുവരെയും ഭിന്നവർഗ്ഗങ്ങൾ ഇണചേർന്നാൽ അതിൽ കുട്ടി ജനിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫിഖ് പണ്ഡിതന്മാർ ഈ വിഷയം കിതാബിൽ ചർച്ച ചെയ്യുമ്പോൾ അവരെ കളിയാക്കിയിരുന്ന വിഭാഗം ശാസ്ത്രജ്ഞന്മാർ 89 ലണ്ടനിൽ ഒരു പെണ്ണ് പ്രസവിച്ചപ്പോൾ കുട്ടിയുടെ മുഖം പട്ടിയുടെയും ഉടൽ മനുഷ്യൻ്റെയുമായി. ഈ വിഷയം ലോകത്ത് 300ഓളം മതശാഖകളുണ്ടെങ്കിൽ അവർക്കൊന്നും ഇത് ചർച്ച ചെയ്യാനില്ല, അവർക്കിതൊരു വിഷയമേ അല്ല. എന്നാൽ ഇസ്ലാമിനതൊരു വിഷയമാണ്. ഇസ്ലാമിനെ വെച്ചാൽ ഒരാളിങ്ങനെ ചോദ്യം ചോദിച്ചാൽ മറുപടി കൊടുത്തേ പറ്റൂ. പക്ഷേ മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹുവിൻ്റെ തൗഫയിലും തുടർന്നും ഫത്വൽ തന്നെ ഈ വിഷയത്തിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് വിഷയങ്ങൾ കുറിച്ചിട്ടുണ്ട്. എന്നല്ല, ബയോഗ്യാസ് 1978 കണ്ടുപിടിച്ചപ്പോഴും അത് ആദ്യമായി കണ്ടുപിടിച്ചതാണ്. പക്ഷേ ഇത് സംബന്ധമായി മതപരമായ ഒരു തീരുമാനം കിട്ടാൻ മുസ്ലിങ്ങൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം ബയോഗ്യാസിൽ ഇൻഗ്രീഡിയൻസായി വരുന്നത് കാലികൾ കാട്ടമിടുന്നതാണ്. അപ്പോൾ നജസായ വസ്തുവിൽ നിന്ന് ഗ്യാസ് ഉണ്ടായാൽ പറ്റുകയോ ഇല്ലയോ, ഈ വിഷയം മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഈ ക്രിസ്ത്യാനിയായ ആളുകൾക്ക് അവരുടെ ഫാദറിനോട് പോയി ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നജസെതിരെയും പ്രത്യേകമായി തരംതിരിച്ചിട്ടില്ല, മറ്റൊരു മതവിഭാഗത്തിനുമില്ല. അപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വസ്തുതയെ ഹദീസ് കൊണ്ട് ക്രോഡീകരിച്ച ഫിഖ് ഗ്രന്ഥത്തിൽ ഈ വക വിഷയത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എനിക്കന്ന് ഓർമ്മയുണ്ട്. 1978 അന്ന് എടപ്പള്ളിയിൽ ജീവിച്ചിരിക്കുന്ന അന്നത്തെ മഹാനായ അബൂബക്കർ മുസ്ലിയാർ അവർകളോട് അടുത്ത് വന്ന് ആളുകൾ ഈ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് അനുവദനീയമാണെന്ന് ഫത്വഹിൽമീൻ്റെ ഇബാറത്തെടുത്തുകൊണ്ട് കാലുകൾ കാട്ടമിട്ടാൽ അത് കത്തിച്ചുണ്ടാകുന്ന പുക നജസും സ്വമേധയാ വരുന്നത് ഉപയോഗിക്കാവുന്നതുമാണ് എന്ന് കിതാബിൻ്റെ ഇബാറത്ത് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ജീവിക്കുന്നൊരു മതമായി ഇന്ന് ലോകത്ത് നിൽക്കുന്നു എന്ന് പറയാം. ഇനി സ്ത്രീ പുരുഷനായി മാറിയാൽ, പുരുഷൻ പെണ്ണായി മാറിയാൽ ഈ വക ലോകത്ത് 1971 ആദ്യമായി സംഭവിച്ചത്. ഇത് പരിശുദ്ധ ഫിഖ്ഹിലെല്ലാം എത്രയോ മുമ്പേ ഈ വിഷയം ചർച്ച ചെയ്തു പോയി. ഒരു പെണ്ണാണായാൽ, ആണ് പെണ്ണായാൽ, ഒരു മനുഷ്യൻ കല്ലായി മാറിയാൽ എന്ത് ചെയ്യും തുടങ്ങിയ വിഷയങ്ങൾ പോലും ഫിഖ്ഹിൻ്റെ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടില്ല. അതൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്ത് ഇത് സംഭാവ്യമല്ല എന്ന് ഉത്ഘോഷിച്ച ആളുകൾ പിൽക്കാലത്ത് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ടി വന്നു. നമുക്ക് കാണാം, കക്ക ഇറച്ചിയെക്കുറിച്ച് നമ്മൾ കിതാബിൽ അത് കറാഹത്ത് എന്ന് പറയപ്പെടാറുണ്ടല്ലോ.
ഒരു കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഗവേഷണം നടത്തിയ 1978 ഗവേഷണം നടത്തിയ ഒരാൾ, മറൈൻ സയൻസിൽ ഗവേഷണം നടത്തിയ ആൾ, അയാളുടെ ഫൈൻഡിങ്സിൽ ഒരൈറ്റം ഒരു പ്രത്യേക ജലാശയത്തിൽ ഒരു കക്കയെ ഒരാഴ്ച പാർപ്പിച്ചാൽ അതിനെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ ജലാശയത്തിൽ വിഷമുണ്ടോ ഇല്ലേ എന്ന് അറിയാം. അത് അയാളുടെ ഒരു ഫൈൻഡിങ് ആണ്. അയാൾ കിതാബൊന്നും നോക്കിയിട്ടില്ല, അയാളുടെ ഫൈൻഡിങ്സാണ്. നമുക്ക് മനസ്സിലാവുന്നത് കക്കയിറച്ചി കറാഹത്താക്കിയതാണ്. അപ്പോൾ കറാഹത്താക്കിയ ആ സാധനത്തെക്കുറിച്ച് ഒരാൾ പഠിച്ചപ്പോൾ മനസ്സിലായത് ഇതിന് ജലത്തിൽ നിന്നും വിഷാംശം വലിക്കാനുള്ള സ്വഭാവം അതിനുണ്ടെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് വിഷാംശമുള്ള സ്ഥലത്താണെങ്കിൽ അത് വിഷാംശം വലിച്ചിട്ടുണ്ടാവും, അത് കഴിച്ചാൽ മനുഷ്യർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അതിനെ കറാഹത്താക്കി. അപ്പോൾ പിന്നെ ഇസ്ലാം ഹറാമാക്കിയ വിഷയം എടുത്ത് നോക്കിയാൽ എത്ര ഗൗരവമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിക് വിജ്ഞാനത്തിൻ്റെ സമഗ്രതയാണ് ഈ വക വിഷയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഇസ്ലാമിക് ബാങ്കിങ് എന്ന വിഷയത്തിലും നമുക്ക് പറയാനുള്ളത്. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്ന വളരെ പ്രവിശാലമായ വിഷയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇസ്ലാമിക് ബാങ്കിങ് എന്നുള്ളത്. അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഈ വക വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ പ്രചരിപ്പിക്കുകയും അങ്ങനെ ജനങ്ങളിൽ ഇതിനുള്ള ഒരു ചിന്താധാര ഉണ്ടാക്കി തീർക്കുകയും ഇത് നടപ്പാക്കുന്നതിനെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി അവരെയും വിവേകപൂർവ്വമായി ഇതിലേക്ക് എത്തിച്ച് ഇത്തരം സംവിധാനം ഇന്ത്യയിലും കേരളത്തിലും എല്ലാം നടപ്പിലാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും, അതിൽ ജാതി മതഭേദമന്യേ എല്ലാവരും അക്കാര്യത്തിൽ ഒരേപോലെ കൂട്ടായി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചർച്ചയിൽ നിന്നും പിന്തിരിയുകയാണ്. ഇനി ഈ വിഷയമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. ഈ വിഷയമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ വിഷയത്തിലൊരു ചർച്ച നടത്തുന്നതിനോ ഒരു സെമിനാറോ ക്ലാസ്സുകളോ വയ്ക്കുന്നതിന് വേണ്ടി എന്നെ നിങ്ങൾക്ക് സമീപിക്കാവുന്നത് എൻ്റെ മൊബൈൽ നമ്പർ 9470545139 കേരള ഇസ്ലാമിക് ബാങ്കിങ് @gmail.com. ഇതിൽ ബന്ധപ്പെട്ടാൽ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിനും എല്ലാം നമുക്ക് തയ്യാറാകുന്നതാണ്. അടുത്ത് തന്നെ ഗവൺമെൻറ് ഭാഗത്ത് ഇതൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി നിയമസഭയിൽ തന്നെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യാമെന്ന് മന്ത്രി ഏറ്റിട്ടുണ്ട്. ഇതുവരെ ഞാൻ 50ഓളം സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. ഒട്ടേറെ കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമെല്ലാം ഈ വിഷയം നടത്തിയിട്ടുണ്ട്. ഞാൻ ചുരുക്കുന്നു. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.